മക്കളെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന റിഡോക്സ് റിയാക്ഷനാണ് അല്ലേ. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ചെറിയ ക്ലാസ്സിൽ പഠിച്ച സംഭവമാണ് ഓക്സിഡേഷൻ റിയാക്ഷനും അതേമാതിരി റിഡോക്സ് റിയാക്ഷനും അല്ലേ. ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി അഡീഷൻ ഓഫ് ഓക്സിജൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്നൊക്കെ പറയും അല്ലേ. റിഡക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? റിഡക്ഷൻ ഈസ് ദി അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഓർ റിമൂവൽ ഓഫ് ഓക്സിജൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ മക്കളെ ക്ലാസിക്കൽ കോൺസെപ്റ്റാണ്. ഇതൊന്നും നമുക്ക് ഫോക്കസ് ഏരിയയിൽ പഠിക്കാനേ ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ റിഡോക്സ് എന്ന വാക്ക് നമുക്ക് കാണാൻ പറ്റും. അത് റിഡക്ഷനിൽ നിന്നും ഓക്സിഡേഷനിൽ നിന്നുമാണ് ഇത് ഡിറൈവ് ചെയ്തത് അല്ലേ. ഇപ്പോൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട്? റിഡക്ഷനും നടക്കുന്നുണ്ട്, ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഓക്സിഡേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ തീർച്ചയായിട്ടും റിഡക്ഷൻ ഉണ്ടായേ പറ്റുള്ളൂ. ഓക്കെ, രണ്ടും ഒന്നിച്ചേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ റിഡക്ഷനും ഓക്സിഡേഷനും നടക്കുന്ന ആ പ്രോസസ്സിൽ അല്ലെങ്കിൽ ആ റിയാക്ഷൻസ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് മക്കളെ റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടി നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന ഒരു ഫസ്റ്റ് കോൺസെപ്റ്റാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എന്നൊക്കെ പറയും. ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ. ഓക്കെ, അപ്പോൾ മക്കൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഇതിൻ്റെ ഡെഫിനിഷൻ എവിടെയും ചോദിക്കില്ല. ഓക്കെ, ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിലുള്ള ഒരു എലമെൻ്റ് ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താനാണ് ചോദിക്കുക, അല്ലാതെ ഇവിടുന്ന് ഡെഫിനിഷൻ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോവുകയാണ്. ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിഡേഷൻ നമ്പർ ഈസ് ദി റെസിഡുവൽ ചാർജ് of an element when all atoms are removed as ions. ഓക്കെ, എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഓക്സിഡേഷൻ നമ്പർ. രണ്ടും നമ്മൾ ഒരേ രീതിയിൽ തന്നെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് എ റെസിഡുവൽ ചാർജ് ഓഫ് ആൻ എലമെൻറ്റ്. ഓക്കെ, വെൻ ഓൾ ആറ്റംസ് ആർ റിമൂവ്ഡ് ആസ് അയോൺസ്. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെസിഡുവൽ ചാർജ് ഓഫ് ആൻ എലമെൻറ്റ്. വേണമെങ്കിൽ കുറച്ചുകൂടി മീനിങ് ആകാൻ വേണ്ടി വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഇൻ എ കോമ്പൗണ്ട് എന്നും കൂടി കൊടുക്കുക കേട്ടോ. ഓക്കെ, ഒരു കോമ്പൗണ്ടിൽ ഉള്ള ഒരു എലമെൻറ്റിൻ്റെ ചാർജ് കണ്ടുപിടിക്കലാണ്. ഓക്കെ, ചാർജ് കണ്ടുപിടിക്കൽ എപ്പോൾ? ബാക്കി എല്ലാ ആറ്റംസിനെയും നമ്മൾ റിമൂവ് ചെയ്യണം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പോൾ സംഭവം റെഡിയാവും. അപ്പോൾ നോക്കുക, വളരെ എളുപ്പമുള്ളൊരു എക്സാമ്പിൾ. ഉദാഹരണമായിട്ട് NaCl. ഓക്കെ, NaCl നിങ്ങളോട് പറഞ്ഞ് സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കറിയാം സോഡിയം എന്താ പ്രത്യേകത? ഇത് Na+ ആണ്, ഇത് Cl- ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഓക്കെ, ഇതിൽ ബാക്കിയുള്ള ആൾക്കാർ ആരാ? Cl-. റിമൂവ് ചെയ്താൽ അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? Na+ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ് ഇത് മക്കളെ? സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സോഡിയം എന്ന് പറഞ്ഞാൽ ഇതിൽ എത്രയാണ് മക്കളെ? അത് +1 ആണ്. മനസ്സിലായോ? അപ്പോൾ NaCl എന്നൊരു കോമ്പൗണ്ടിൽ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ബാക്കി എല്ലാവരും റിമൂവ് ചെയ്യും. എന്നിട്ട് സോഡിയത്തിൻ്റെ മാത്രം ചാർജ് എന്താണെന്ന് നോക്കും. അതിൻ്റെ മുകളിൽ നിലനിൽക്കുന്ന ആ റെസിഡുവൽ ചാർജാണ് അതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ എന്ന് വിളിക്കുക. മനസ്സിലായോ മക്കളെ? ഇനി അതേമാതിരി നമുക്ക് നോക്കാം, വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. എളുപ്പമുള്ള എക്സാമ്പിൾ ആരെ നോക്കാൻ വേണമെങ്കിൽ നമുക്ക് എളുപ്പമുള്ള MgCl2 നോക്കാം. MgCl2 അല്ലേ. MgCl2 പറയുമ്പോൾ എന്താ പ്രത്യേകത? ഇയാൾ 2+ ആണ് അല്ലേ. ഇയാൾ എന്താണ്? 2 ക്ലോറിൻ ഉണ്ടാവും, -1 -2 ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ക്ലോറിനെ റിമൂവ് ചെയ്യുമ്പോൾ അല്ലേ -1 ആണ്, 2 ആൾക്കാരുണ്ടാകുമ്പോൾ -2 ഉണ്ടാവും. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്ലോറിനായിട്ട് റിമൂവ് ചെയ്താൽ പിന്നെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? മഗ്നീഷ്യം 2+ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഓക്സിഡേഷൻ നമ്പർ ഓഫ് മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ അതെന്തേക്കാരം മക്കളെ? അത് +2 ആയിരിക്കും. റെഡി അല്ലേ? ഇനി അതേമാതിരി വളരെ സിമ്പിളായി ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഒരാളും കൂടി നമുക്ക് പറയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ആരുണ്ട്? KCl ഉണ്ട് അല്ലേ. KCl K+Cl- ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യും? ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മളിതിൽ പൊട്ടാസ്യത്തിനെ റിമൂവ് ചെയ്യും. അപ്പോൾ എന്ത് മാത്രം ഉണ്ടാവും? Cl- 1 മാത്രം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ എന്തേക്കാരും?
ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ എന്തായിക്കാരം മക്കളെ? അത് -1 ആയിക്കാരം. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ എന്താ പറഞ്ഞാൽ പ്ലസ് ആകാം, മൈനസ് ആകാം, 0 വരെ ആകാം. ഓക്കെ, അപ്പോൾ ഈ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താൻ ഒരുപാട് റൂൾസ് ഉണ്ട്. ആ റൂൾസാണ് നമ്മൾ നോക്കേണ്ടത്. ആ റൂൾസിൻ്റെ അടിസ്ഥാനത്തിൽ 1-2 പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് റൂൾസ് എന്ന് നമുക്ക് നോക്കാം. റൂൾസ് ഫോർ ഫൈൻഡിങ് ഓക്സിഡേഷൻ നമ്പർ. ഓക്കെ, ഫസ്റ്റ് റൂൾ എന്താ പറഞ്ഞത്? ഓക്കെ, ഫസ്റ്റ് റൂൾ നമ്മൾ എന്താ പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കുക. എലമെൻറ്റ്സ് ഇൻ ഫ്രീ സ്റ്റേറ്റ് ഓർ uncombined state. Elements in free state or uncombined state have oxidation number of എന്ത് മക്കളെ? 0. ഓക്കെ, ഇവർക്ക് എന്തെങ്കിലും ഓക്സിഡേഷൻ നമ്പർ 0 ആയിക്കാരം. എന്ന് വെച്ചാൽ എലമെൻറ്റ്സ് പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഫ്രീ സ്റ്റേറ്റ് അല്ലെങ്കിൽ അൺകമ്പൈൻഡ് സ്റ്റേറ്റ് ആണെങ്കിൽ അവരുടെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. ഉദാഹരണമായിട്ട് സോഡിയം എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുക? Na ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. മഗ്നീഷ്യം Mg ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അലൂമിനിയം Al ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക, അല്ലേ? എന്നാൽ എന്താ പ്രത്യേകത? ഫോസ്ഫറസ് P4 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. സൾഫർ S ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക, അല്ലേ മക്കളെ? അതേമാതിരി ക്ലോറിൻ അല്ലേ Cl2 ആണ് എക്സിസ്റ്റ് ചെയ്യുക, അല്ലെ? ബ്രോമിൻ Br2 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ഹൈഡ്രോജൻ H2 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ഓക്സിജൻ O2 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. നൈട്രജൻ N2 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അങ്ങനെ ഫ്രീ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അല്ലേ ഇങ്ങനെ ഫ്രീ സ്റ്റേറ്റിലോ അൺകമ്പൈൻഡ് സ്റ്റേറ്റിലോ ഇവരൊക്കെ ചെയ്യുന്ന സാധാരണ രീതിയിലാണെങ്കിൽ അവർ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. ഓക്കെ, 0, ഇയാൾക്ക് 0, 0 അല്ലേ? എന്താ? ക്ലോറിന് 0, ബ്രോമിന് 0, ഹൈഡ്രജന് 0, ഓക്സിജന് 0, നൈട്രജന് 0. ഇവരൊക്കെ എന്തൊക്കെയാണ് മക്കളെ? ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. മനസ്സിലായോ? റെഡി അല്ലേ മക്കളെ? ഇനി ഒന്നാമത്തെ ഇത് റെഡി ആണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ നോക്കും. രണ്ടാമത്തെ നമ്മൾ പറയും ഫോർ സിമ്പിൾ അയോൺസ് അല്ലേ? സിമ്പിളായ അയോൺസ്. ഫോർ സിമ്പിൾ അയോൺസ് ഓക്സിഡേഷൻ നമ്പർ ഈസ് ദി ചാർജ് present on it, അല്ലേ? എന്ന് വെച്ചാൽ വളരെ സിമ്പിളായ അയോൺസ് ആണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ അവരുടെ മുകളിലുള്ള ചാർജ് തന്നെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അവരുടെ മുകളിലുള്ള ചാർജ്. ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ സോഡിയത്തിൻ്റെ കേസിലാണെങ്കിൽ Na+, അല്ലേ? ഇനി മഗ്നീഷ്യത്തിൻ്റെ കേസിലാണെങ്കിൽ Mg2+, അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് ക്ലോറിൻ്റെ കേസിലാണെങ്കിൽ Cl-, അലുമിനിയം ആണെങ്കിൽ Al3+, സൾഫർ ആണെങ്കിൽ S2-, നൈട്രജൻ ആണെങ്കിൽ N3-. ഇങ്ങനെ ഓരോരോ സിമ്പിൾ അയോൺസ് പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ സിമ്പിൾ അയോൺസ് ആണെങ്കിൽ അവർ ഓക്സിഡേഷൻ നമ്പർ പറഞ്ഞാൽ അവരുടെ മുകളിലുള്ള ചാർജുകൾ തന്നെയാണ്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പേഴ്സ് നമ്മൾ പറയുമ്പോൾ ഇതിൽ എന്തൊക്കെയാണ് മക്കളെ? +1 ആണ്. ഇയാളിൽ ഓക്സിഡേഷൻ നമ്പർ എത്ര മക്കളെ? +2 ആണ്. ഇയാളിൽ എത്രയാണ് ഓക്സിഡേഷൻ നമ്പർ? -1 ആണ്. ഇയാളിൽ ഓക്സിഡേഷൻ നമ്പർ എത്ര മക്കളെ? +3 ആണ്. ഇയാളിൽ സൾഫറിൽ ഓക്സിഡേഷൻ നമ്പർ എത്ര മക്കളെ? -2 ആണ്. നൈട്രജനിൽ എത്ര മക്കളെ ഓക്സിഡേഷൻ നമ്പർ? -3 ആണ്. ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? വളരെ എളുപ്പമാണ്, അല്ലേ? ഇനി നമ്മൾ നോക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്ത് വെക്കണം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പായ ആൽക്കലി മെറ്റൽസ് എന്ത് മാത്രമേ കാണിക്കുള്ളൂ? +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ കാണിക്കുകയുള്ളൂ. ഓക്കെ, അതേമാതിരി സെക്കൻഡ് ഗ്രൂപ്പായ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എപ്പോഴും എന്ത് മാത്രമേ കാണിക്കുള്ളൂ മക്കളെ? +2 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ കാണിക്കുകയുള്ളൂ. ഓക്കെ, അതേമാതിരി അലൂമിനിയം എപ്പോഴും എന്തേ കാണിക്കുള്ളൂ മക്കളെ? +3 മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ സോഡിയം കിട്ടിയ +1, പൊട്ടാസ്യം കിട്ടിയ +1, ലിത്യം കിട്ടിയ +1, അല്ല മഗ്നീഷ്യം കിട്ടിയ +2, കാൽഷ്യം കിട്ടിയ +2, സ്ട്രോൺഷ്യം കിട്ടിയ +2. അപ്പോൾ നമുക്ക് ആ ഗ്രൂപ്പ് നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയണം. മനസ്സിലായോ? അലുമിനിയം എപ്പോഴും എന്തെങ്കിലും +3 ഒക്കെ ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നേറ്റീവ് സ്റ്റേറ്റിലാണെങ്കിൽ 0, സിമ്പിൾ അയോൺസ് ആണെങ്കിൽ അവരുടെ മുകളിലുള്ള ചാർജ് തന്നെയാണ് അവരുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞു. റെഡിയല്ലേ മക്കളെ? ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. ഓക്കെ, ഇനി മക്കളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് തേർഡ് വൺ, അല്ലേ? അപ്പോൾ തേർഡ് വൺ എന്താ മക്കളെ? തേർഡ് വൺ നമ്മൾ പറയും കോമൺ ഓക്സിജൻ കേസാണല്ലേ? കോമൺ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ, അല്ലേ?
കോമൺ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ അത് എത്ര മക്കളെ? അത് സാധാരണഗതിയിൽ -2 ആണ്. കോമൺ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ അത് എത്ര? അത് -2 ആണ് അല്ലേ? നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് ഏതാണ്? ഏറ്റവും എളുപ്പമുള്ള എക്സാമ്പിൾ ഏതാ? H2 ആണ്. H2 കേസ് നമുക്ക് കാണാൻ പറ്റും ഓക്സിജൻ ഏതാ? -2 സ്റ്റേറ്റിലുണ്ടാകുക അല്ലേ? ഹൈഡ്രജൻ +1 ആയിക്കരും, +2 -2 സ്റ്റേറ്റിലേക്ക് വരും. എന്നാൽ ഇവിടെയും കുറച്ച് എക്സെപ്ഷൻ കേസുകളുണ്ട് അല്ലേ? എക്സെപ്റ്റ് ഓക്കെ, എക്സെപ്റ്റ് എന്താണ് നമ്മൾ പറയും? എക്സെപ്റ്റ് ഇൻ ഒന്നാമത് നമ്മൾ പറയും പെർ ഓക്സൈഡ്സ് ഓക്കെ. പെർ ഓക്സൈഡ്സിൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് -1 ആണ്. അതെന്താ മക്കളെ? അത് -1 ആണ്. ഓക്കെ, അത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതാണ് ഇത് മക്കളെ, H2O2 Na2O2. ഓക്കെ, ഇങ്ങനത്തെ ആൾക്കാരുടെ കേസൊക്കെ എന്താ? H2+2 ആണ്. അപ്പോൾ O2ന് H2+2 ആണ്, ഇവിടെ -2 വരണം, അപ്പോൾ ഇവിടെ -1 വരും അല്ലേ? Na2 വരുമ്പോൾ എന്താ? സോഡിയത്തിന് +1 ആണ്, രണ്ടാൾക്കാർ വരുമ്പോൾ +2, ഇവിടെ -2, ഇവിടെ -1 വരും. റെഡിയാണോ? അതേമാതിരി നമ്മൾ പറഞ്ഞ ഒരാളാണ് സൂപ്പർ ഓക്സൈഡ്സ്. ഓക്കെ, സൂപ്പർ ഓക്സൈഡ്സ് പറഞ്ഞാൽ എന്താ? ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ എന്തൊക്കെയാണ് മക്കളെ? ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ എന്തൊക്കെയാണ്? അത് നിങ്ങൾ ഓർക്കുക, അത് -12 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നന്നായി പഠിക്കണം. ഓക്സിഡേഷൻ നമ്പർ എന്താ? ഇവിടെ -1. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ എന്താ? സൂപ്പർ ഓക്സൈഡ്സ് എന്തൊക്കെയാണ്? അത് -12 ആയിക്കാരും. ഓക്കെ, ഇവിടെ നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് ഏതാണ്? ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുക KO2 ആണ്. ഓക്കെ, പൊട്ടാസ്യം നിങ്ങൾക്കറിയാം ഒരു ആൽക്കലി മെറ്റലാണ്. അപ്പോൾ ഇയാൾക്ക് +1 ആണ്, ഇയാൾക്ക് എന്ത് ചെയ്യുക? O2ന് -1 ആണ്. അപ്പോൾ ഒരു ഓക്സിജൻ എന്താണ്? -12 ആകണം. അപ്പോൾ ഓക്സിജൻ സാധാരണഗതിയിൽ -2 കാണിക്കും, എന്നാൽ പെറോക്സൈഡ്സ് ആണെങ്കിൽ -1 കാണിക്കും, സൂപ്പർ ഓക്സൈഡ്സ് ആണെങ്കിൽ -12 കാണിക്കും എന്നാണ് പറഞ്ഞത്. റെഡിയല്ലേ? ഇനിയും ഇതിൽ ചെറിയൊരു കേസ് നമ്മൾ പറയണതെന്ന് പറഞ്ഞാൽ വെച്ചാൽ ഓക്സിജൻ അല്ലേ, OF2 ഉണ്ട്, അതേമാതിരി O2F2 ഉണ്ട്. ഓക്കെ, ഫ്ലൂറിനായിട്ട് എന്ത് ചെയ്തു? കോമ്പൗണ്ട് അല്ലേ? ഫ്ലൂറിനായിട്ട് ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കി. ഫ്ലൂറിനാണ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്. അയാൾക്ക് എപ്പോഴും -1, അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. ഓക്കെ, അയാൾക്ക് എപ്പോഴും -1. അപ്പോൾ എന്താ? ഫ്ലൂറിൻ ഇവിടെ എന്താ? ഇവിടെ -1 അല്ലേ? ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ നോക്കുമ്പോൾ, ഓക്കെ, രണ്ട് കേസിൽ നോക്കുമ്പോൾ എന്താ പ്രത്യേകത? ഓക്കെ, ഈ കേസിൽ ഇവിടെ നോക്കുമ്പോൾ ഫ്ലൂറിൻ്റെ -1, അപ്പോൾ 2 ഫ്ലൂറിൻ വരുമ്പോൾ -2, ഒരു ഓക്സിജൻ ഉള്ളൂ, അപ്പോൾ +2. അപ്പോൾ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ? +2. ഓക്കെ, ഇനി ഫ്ലൂറിൻ്റെ കേസിൽ എന്താ? ഇവിടെയും -1 ആണ്. അപ്പോൾ 2 ഫ്ലൂറിൻ വരുമ്പോൾ -2. ഓക്കെ, -2 വരുമ്പോൾ ഇവിടെ +2, രണ്ടാൾക്കാരുണ്ടാകുമ്പോൾ ഒരാൾക്ക് +1. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്ത് വരും? +1 വരും. ഓക്കെ, അപ്പോൾ ഓക്സിജൻ്റെ സാധാരണ ഓക്സിഡേഷൻ സ്റ്റേറ്റും കോമൺ ആയ ഓക്സിഡേഷൻ സ്റ്റേറ്റും -2 ആണ്. പെർ ഓക്സൈഡ്സ് ആണെങ്കിൽ -1 ആണ്, സൂപ്പർ ഓക്സൈഡ്സ് ആണെങ്കിൽ -12 ആണ്. എന്നാൽ ഫ്ലൂറിനായിട്ട് കോമ്പൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഓക്സിജൻ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഓക്കെ, ഫസ്റ്റ് കേസിൽ +2, രണ്ടാമത്തേൽ +1 കണ്ട മാതിരി. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഓക്സിജൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നാലാമത്തെ പറയാനുള്ള ഹാലജൻസിൻ്റെ കേസിലാണ്. ഓക്കെ, കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഹാലജൻസ്. ഓക്കെ, കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഹാലജൻസ് എന്താണ് മക്കളെ? അത് -1 ആണ്. സാധാരണഗതിയിൽ എന്താ കാണിക്കുക? -1 ആണ് കാണിക്കുക. അതിന് എക്സാമ്പിളാണ് ഇത് മക്കളെ, ഏത്? HCl. അതിന് എക്സാമ്പിളാണ് NaCl. ഇങ്ങനത്തെ ഒരുപാട് എക്സാമ്പിൾസ് കാണാം. ഇവിടെ -1, ഇവിടെ -1. ഓക്കെ, ഇതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഫ്ലൂറിൻ എന്ന മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് എന്ത് മാത്രമേ കാണിക്കുള്ളൂ? -1 മാത്രമേ കാണിക്കട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഫ്ലൂറിൻ ഷോസ് ഓൺലി എന്താണ്? ഓൺലി -1 ഓക്സിഡേഷൻ നമ്പർ, അല്ലെങ്കിൽ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ കാണിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്നുവെച്ചാൽ ഫ്ലൂറിൻ എന്ന് പറഞ്ഞ ആൾ എന്ത് മാത്രമേ കാണിക്കുള്ളൂ? -1 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ കാണിക്കുള്ളൂ. ഓക്കെ, -1 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ കാണിക്കുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞത്. റെഡിയാണോ മക്കളെ? അപ്പോൾ -1 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമാണ് ഫ്ലൂറിൻ കാണിക്കുക. എന്നാൽ ഹാലജൻസ് എന്താകാം? ഹാലജൻസ് സാധാരണഗതിയിൽ -1 ആണെങ്കിൽ കൂടിയും ഹാലജൻസ് എന്നും കാണിക്കാറുണ്ട്. ഹാലജൻസ് എന്ത് ചെയ്യും? സാധാരണഗതിയിൽ -1 ആണെങ്കിൽ ഹാലജൻസ് അല്ലേ, അതർ ഹാലജൻസ്, ഫ്ലൂറിൻ അല്ല, അതർ ഹാലജൻസ് ആൾസോ ഷോ, വേറെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളും ഇവർ കാണിക്കും. ഇവരെന്തൊക്കെ കാണിക്കും? -1 കാണിക്കും, +1 കാണിക്കും, +3 കാണിക്കും, +5 കാണിക്കും, +7 വേറൊക്കെ കാണിക്കും. പക്ഷേ ഫ്ലൂറിൻ എന്ത് മാത്രമേ കാണിക്കുള്ളൂ മക്കളെ? -1 മാത്രമേ കാണിക്കുള്ളൂ എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്.
മനസ്സിലായോ മക്കളെ? അപ്പോൾ ഫ്ലൂറിൻ എന്ത് മാത്രമേ കാണിക്കുള്ളൂ? -1 മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആരൊക്കെ പഠിച്ചു? മക്കളെ? നമ്മൾ ആദ്യം നെഗറ്റീവ് സ്റ്റേറ്റ് ആണെങ്കിൽ 0 എന്ന് പറഞ്ഞു, സിമ്പിൾ അയോൺസ് ആണെങ്കിൽ അതിന് മുകളിലുള്ള ചാർജ് എന്ന് പറഞ്ഞു, പിന്നെ ഹൈഡ്രജൻ്റെ കേസ് പറഞ്ഞു, പിന്നെ നമ്മൾ ആരുടെ കേസ് പറഞ്ഞു, പിന്നെ നമ്മൾ ഓക്സിജൻ്റെ അല്ലേ ഹൈഡ്രജൻ്റെ കേസ് പറഞ്ഞു, പിന്നെ ഓക്സിജൻ്റെ കേസ് പറഞ്ഞു. അപ്പോൾ ഇത് 5th വണ്ണേക്കാരം അല്ലേ? ഇത് 5th വണ്ണ് നമ്മൾ എന്താണ് ഹാലജൻസിൻ്റെ കേസ് പറഞ്ഞു അല്ലേ? ഇനി ഒരു കോമ്പൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് നമ്മൾ നോക്കണം. ഓക്കെ 6th വൺ നമ്മൾ നോക്കണം. ഓക്കെ ഇൻ എ കോമ്പൗണ്ട്, ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ, ഒരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അതെന്താ? അത് ഓവറോൾ ന്യൂട്രലേക്കാരം. ഇൻ എ കോമ്പൗണ്ട് എന്താണ്? ഇൻ എ കോമ്പൗണ്ട് ദ അൽജിബ്രിക് സം അല്ലേ? ദ അൽജിബ്രിക് സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈസ് 0 എന്ന് പറയുന്നത് എന്താ? ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ, കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? അയാൾ ന്യൂട്രലാണ്. ദ അൽജിബ്രിക് സം എന്ന് പറയുന്ന പ്രത്യേകത, അവിടെ നമ്മൾ പ്ലസ് ആണെങ്കിൽ പ്ലസും മൈനസും രണ്ടും എടുക്കണം. പ്ലസ് ആണെങ്കിൽ +1 എന്ന് എടുക്കണം, -1 ആണെങ്കിൽ -1 എന്ന് എടുക്കണം. എന്ന് വെച്ചാൽ സൈൻ നമ്മൾ കൺസിഡർ ചെയ്യണം. ദ അൽജിബ്രിക് സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈസ് 0. ഓക്കെ എല്ലാവരുടെയും നമ്മൾ കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? 0 കിട്ടും. അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് പറയുന്ന ഒരാളാണ് NaCl ഒരു കോമ്പൗണ്ടാണ്, അയാൾ ന്യൂട്രലാണ്, അയോണിക് കോമ്പൗണ്ടാണ്. ഇവിടെ +1 ഇവിടെ -1, +1ഉം -1ഉം കൂട്ടിയാൽ എന്ത് കിട്ടും? 0 കിട്ടുന്നതാണ് ഇല്ലേ? അതേമാതിരി നമുക്ക് പറയാൻ പറ്റിയ ഒരാളാണ് ആര് മക്കളെ? MgCl2 അല്ലേ? MgCl2ന് മഗ്നീഷ്യത്തിൻ്റെ +2 ഇയാളുടെ -1 അല്ലേ? അപ്പോൾ ചില ആൾക്കാർ പറയും ഇത് കൂട്ടിയാൽ കിട്ടുമോ? ഇത് കൂട്ടിയാലും കിട്ടും. ഒരു മഗ്നീഷ്യം +2, 2 ക്ലോറിൻ -1 × 2 എന്ത് കിട്ടും? -2. ഇപ്പോൾ +2 -2 0 കിട്ടും എന്നാണ് പറഞ്ഞത്. ഓക്കെ ഇത് വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്യാനുണ്ടാവും, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഇനി ഒരൊറ്റ പോയിന്റ്. ഓക്കെ അതിന് മുമ്പ് പറഞ്ഞെന്താ? കോമ്പൗണ്ട് ആണെങ്കിൽ അൽജിബ്രിക് സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ എലമെൻറ്റ്സ് നിങ്ങൾ കൂട്ടിയാൽ എന്ത് കിട്ടണം? 0 കിട്ടണം. കാരണം കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഓവറോൾ അയാൾ എന്താ? ന്യൂട്രൽ ആണെന്ന് ഓർക്കുക. ഓക്കെ അയാൾ എന്താണ്? ഓവറോൾ എന്താണ്? ന്യൂട്രലാണ്. ഓക്കെ ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ലാസ്റ്റ് വൺ നമ്മൾ പറയും ഫോർ എ പോളി അറ്റോമിക് അയോൺ. ഒരു പോളി അറ്റോമിക് അയോൺ ആണെങ്കിൽ, ഓക്കെ പോളി അറ്റോമിക് അയോൺ പറയാൻ എങ്ങനത്തെ ആൾക്കാരാണ്? ഇങ്ങനത്തെ ആൾക്കാർക്ക് PO4 3- SO4 2- ഇങ്ങനെ സിമ്പിൾ അയോൺസ് അല്ല, പോളി അറ്റോമിക് അയോൺസ്. ഓക്കെ ഫോർ എ പോളി അറ്റോമിക് ഒന്നിലേറെ ആറ്റംസ് ഉള്ള അയോൺസ്. ഫോർ എ പോളി അറ്റോമിക് അയോൺ എന്താണ്? ദ അൽജിബ്രിക് സം ഓഫ് oxidation number of elements is equal to charge on it. അയാളുടെ മുകളിലുള്ള ചാർജ് ആണെന്ന് നമ്മൾ പറയും. ഓക്കെ അയാളുടെ മുകളിലുള്ള ചാർജ് ആണെന്ന് നമ്മൾ പറയും. ഈസ് ഈക്വൽ ടു ദി ചാർജ് ഓൺ ഇറ്റ്. അയാളുടെ മുകളിലുള്ള ചാർജ് ആണ് നമ്മൾ പറയും. ഫോർ എ പോളി അറ്റോമിക് അയോൺ ദ അൽജിബ്രിക് സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈസ് ഈക്വൽ ടു ദി ചാർജ് ഓൺ ഇറ്റ്. അയാളുടെ മുകളിലുള്ള ചാർജ് ആണ് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്. ഓക്കെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. SO4 2-. ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തുന്ന രീതി അറിയില്ല, പക്ഷേ നിങ്ങൾ നോക്കുക സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എനിക്കറിയാം, അത് +6 ആണ്. ഓക്സിജൻ്റെ -2 ആണെന്ന് എനിക്കറിയാം. ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ, അപ്പോൾ നമ്മൾ സമ്മ് ചെയ്യുമ്പോൾ നോക്കുക, ഇവിടെ നോക്കുക മക്കളെ, ഒരു സൾഫർ ആറ്റമാണ് അല്ലേ? അപ്പോൾ 1 × +6 പ്ലസ് എത്ര ഓക്സിജൻ ആറ്റമാണ്? 4 × എത്ര എണ്ണം അല്ലേ? 4 എണ്ണം. ഒരാളുടെ ചാർജ് എത്ര? -2. ഓക്കെ അത് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കെന്ത് കിട്ടി? 6 പ്ലസ് എന്ത് കിട്ടി? 4 × -2 എന്ന് പറഞ്ഞാൽ -8 ആണ്. അപ്പോൾ 6 - 8 എനിക്കെന്ത് കിട്ടും? -2 എന്ന് കിട്ടും. ഓക്കെ ആ -2 എന്ന് പറഞ്ഞാൽ എന്താ? ആ -2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ചാർജ് ഓൺ ഇറ്റ്. അതിന് മുകളിലുള്ള ചാർജ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ അതിൻ്റെ മുകളിലുള്ള ചാർജ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. PO4 3-. ഓക്കെ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഏതാണ് മക്കളെ? PO4 3-. ഓക്കെ ഇത് റെഡി ആവാൻ വേണ്ടിയിട്ട് ഇതിൽ റെഡി ആവണം. PO4 3-. ഓക്കെ ഇതിൽ എനിക്കറിയാം PO4 3- പറയുമ്പോൾ ഫോസ്ഫറസിൻ്റെ ഇവിടെ നമുക്ക് എന്താ +5 എന്നറിയാം, ഓക്സിജന് -2 എന്നറിയാം അല്ലേ? അപ്പോൾ ഇവിടെ ഫോസ്ഫറസിന് എന്താണ്? ഒരു ഫോസ്ഫറസ് ഉള്ളൂ. അപ്പോൾ 1 × +5. ഓക്കെ പ്ലസ് എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ട് മക്കളെ? 4 എണ്ണം ഉണ്ട്. 4 × -2. ഓക്കെ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കിട്ടും 5
-8 കിട്ടും. ഇറ്റ് വിൽ ബി ഈക്വൽ ടു -3. ആ സമ്മാണ് നമുക്ക് ഇവിടെയുള്ള ചാർജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഈ എന്ത് ചെയ്യുക, റൂൾ നമ്പർ ലാസ്റ്റത്തെ 2 റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആകും. നമുക്ക് ഒരു എന്ത് ചെയ്യുക, 1-2 പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം. പ്രീവിയസ് ഇയറിൽ വന്ന 1-2 പ്രോബ്ലംസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഇവിടെ നോക്കാം. വളരെ എളുപ്പമുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഫൈൻഡ് ഓക്സിഡേഷൻ നമ്പർ എന്നാണ് ചോദ്യം. ഫൈൻഡ് ഓക്സിഡേഷൻ നമ്പർ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് വളരെ എളുപ്പമുള്ള ആളാണ്. SO4 2-ൽ ഓക്കെ, സൾഫർ ഇൻ SO4 2- എന്ന് വെച്ചാൽ ഇവിടെ സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ചെയ്യുന്ന രീതി നോക്കാം. നമുക്ക് സൾഫറിൻ്റെ കണ്ടെത്തണം. സൾഫറിൻ്റെ നമുക്കറിയോ, അറിയില്ല. അപ്പോൾ ഞാൻ പറയും എത്ര സൾഫർ ആറ്റം ഉണ്ട്, ഒരു സൾഫർ ആറ്റം ഉണ്ട് 1 × X. അയാൾ ഓക്സിഡേഷൻ നമ്പർ X അത് കൊടുത്തിട്ടുണ്ട് അല്ലേ, പ്ലസ് ഇനി എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ട്, 4 എണ്ണം ഉണ്ട്. 4 × ഒരാളുടെ ചാർജ് എത്ര മക്കളെ, ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ നമുക്കല്ല അറിയാം. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ മക്കളെ, അത് -2 ആണ്. -2 4 × -2 ഈസ് ഈക്വൽ ടു ഇവിടെയുള്ള ചാർജ് എന്താ, അത് -2 ആണ്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ X അല്ലേ -8 ഈസ് ഈക്വൽ ടു -2 അല്ലേ. അപ്പോൾ X ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 8 - 2. അപ്പോൾ X എന്ത് കിട്ടും, X നമുക്ക് +6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അല്ലേ, ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ എന്താണ്, ഈസ് ഈക്വൽ ടു +6 ഇൻ SO4 2- എന്ന് പറയാം. റെഡിയാണോ? ഇങ്ങനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചില ആൾക്കാർ ചോദിക്കും ഓക്സിജൻ എങ്ങനെ -2 എന്ന് കിട്ടിയത്. അപ്പോൾ ഈ -2 നോക്കിയാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമൺ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ എന്താ, അത് -2 ആണ്. അപ്പോൾ ആ റൂൾസൊക്കെ നമ്മൾ പഠിച്ചത് എന്താണ്, ഇവിടെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി അതേമാതിരി നമുക്ക് രണ്ടാമത്തെ ഒരു കേസ് പറഞ്ഞു നോക്കാം. രണ്ടാമത്തെ ഓക്കെ, ഓരോന്നോരോന്നായി നോക്കാം. ഓക്കെ, രണ്ടാമത്തെ കേസ് ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ ഇൻ HClO4. HClO4 പറഞ്ഞാൽ അത് കോമ്പൗണ്ടാണ്. ചാർജ് ഉണ്ടോ? അല്ല, ചാർജില്ല. അപ്പോൾ അത് പോളി അറ്റോമിക് അയോൺ ആണോ? അല്ല. അപ്പോൾ എന്താ, അത് ലാസ്റ്റ് ഇവിടെ അൽജബ്രിക് സം 0 ആയിക്കാരും കേട്ടോ. ഇവിടെ നോക്കാം. അപ്പോൾ എന്താ, നമുക്ക് ക്ലോറിൻ്റെ ആണ് കണ്ടെത്തേണ്ടത്. ഹൈഡ്രജന് സാധാരണഗതിയിൽ എന്താണ്, +1 ആണ്. ഓക്കെ, ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് 1 × +1 എന്ന് വീണ്ടും എഴുതുന്നില്ല. +1 പ്ലസ് ക്ലോറിൻ്റെ X പ്ലസ് ഓക്സിജൻ എത്ര ആൾക്കാരുണ്ട്, 4 ആൾക്കാരുണ്ട്. ഒരാളുടെ ചാർജ് എന്താ വരിക മക്കളെ, -2 ആണ് വരിക അല്ലേ മക്കളെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 + X അല്ലേ -4 = 0 കിട്ടും അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, X - 7 = 0 കിട്ടും. X ഈസ് ഈക്വൽ ടു +7 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ ഇൻ HClO4 അത് എത്രയാണ് മക്കളെ, അത് +7 ആണ്. നമ്മൾ പറഞ്ഞിരുന്നു ഹാലജൻസ് -1 പുറമെ +1 +3 +5 +7 എന്നൊക്കെ കാണിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മളിവിടെ കാണിച്ചത്. അപ്പോൾ നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കുന്നത് അയാളെ നമ്മൾ X കൊടുക്കുക. എന്നിട്ട് നോക്കുക, കോമ്പൗണ്ട് ആണെങ്കിൽ അൽജബ്രിക് സം 0 ആയിക്കാരും, പോളി അറ്റോമിക് അയോൺ ആണെങ്കിൽ അവിടെയുള്ള ചാർജ് ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. റെഡിയല്ലേ മക്കളെ? ഇനി ഒരു എക്സാമ്പിൾ കൂടി നോക്കാം, ഒരു എക്സാമ്പിൾ കൂടി. ഓക്കെ, ഇനി ഏത് നോക്കുക, വളരെ സിമ്പിളായ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം ഇൻ K2Cr2O7. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം ഇൻ K2Cr2O7 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ക്രോമിയത്തിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇയാൾക്ക് ചാർജ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അൽജബ്രിക് സം എന്താ, അത് 0 ആണ്. ഓക്കെ, ഇനി പൊട്ടാസ്യത്തിന് നിങ്ങൾക്കറിയാം അത് +1 ആണ്, അത് അയാൾ ആൽക്കലി മെറ്റലാണ്. അപ്പോൾ എത്ര ആൾക്ക് പൊട്ടാസ്യം ഉണ്ട്, 2 പൊട്ടാസ്യം ഉണ്ട്. അപ്പോൾ 2 × +1 പ്ലസ് ക്രോമിയത്തിന് നമുക്കറിയോ, അറിയില്ല, കണ്ടെത്തണം. ഓക്കെ, എത്ര ക്രോമിയം ഉണ്ട്, അപ്പോൾ 2 × അറിയൂ X അറിയില്ല. ഇനി ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട് മക്കളെ, ഓക്സിജൻ 7 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. 7 × -2 7 × -2 അല്ലേ. അപ്പോൾ എന്താ, അവിടെ 2 × +1 2 + 2x -14 = 0 അല്ലേ. അപ്പോൾ നമുക്ക് ഇത് കിട്ടും 2x - 12 = 0. അപ്പോൾ 2x എന്ത് കിട്ടും മക്കളെ, 12 കിട്ടും. അപ്പോൾ X എന്ത് കിട്ടും മക്കളെ, +6 കിട്ടും. X എന്ത് കിട്ടും മക്കളെ, +6 കിട്ടും. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം ഇൻ K2Cr2O7 എന്ന് പറഞ്ഞാൽ അതെന്താ മക്കളെ, അത് +6 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതെന്താ പറയാൻ പറ്റും, +6 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. റെഡിയാണോ മക്കളെ? ലാസ്റ്റ് എക്സാമ്പിൾ, ഒരൊറ്റ എക്സാമ്പിൾ കൂടി കേട്ടോ, ഒന്നുകൂടി റെഡി ആകാൻ വേണ്ടി. ലാസ്റ്റ് എക്സാമ്പിൾ, ഓക്സിഡേഷൻ നമ്പർ ഓഫ് Mn ഇൻ എന്താണ്
KMnO4 പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇതും എന്താണ്, ഇതും ഒരു കോമ്പൗണ്ടാണ്. അതുകൊണ്ട് അൽജിബ്രിക് സം എന്തായിരിക്കും മക്കളെ, 0 ആയിരിക്കും അല്ലേ. ഫസ്റ്റ് വൺ പൊട്ടാസ്യം ആണ്, പൊട്ടാസ്യത്തിന് എന്താണ് +1 പ്ലസ് Mn, ഒരു Mn ഉള്ളൂ, അതുകൊണ്ട് X പ്ലസ് ഓക്സിജൻ എത്ര ആൾക്കാരുണ്ട്, 4 ആൾക്കാരുണ്ട്. 4 ഇൻറ്റു സാധാരണഗതിയിൽ എന്താണ് -2 അല്ലേ. അപ്പോൾ എങ്ങനെ കിട്ടും, 1 + X - 8 = 0, X - 7 = 0, X is equal to +7. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് Mn ഇൻ KMnO4 എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും മക്കളെ, അത് +7 ആയിരിക്കും. അത് +7 ആയിരിക്കും എന്ന് ഓർക്കുക. അയാൾ +7 ആയിരിക്കും എന്ന് ഓർക്കുക. റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ ഈ കോൺസെപ്റ്റ് റെഡിയല്ലേ? അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തുന്ന രീതി മക്കളെല്ലാവരും പഠിച്ചു അല്ലേ. ഇനി നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഓക്സിഡേഷൻ റിഡക്ഷനും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഓക്സിഡേഷൻ നമ്പർ യൂസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നോക്കണം. അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കിവിടെ നോക്കാം. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഓക്സിഡേഷനും റിഡക്ഷനും പറയുന്നത്. പണ്ടത്തെ മാതിരി എന്താണ് ഓക്സിഡേഷൻ ഈസ് അഡീഷൻ ഓഫ് ഓക്സിജൻ അങ്ങനെയൊക്കെ പഠിയോ ഇല്ല. അതൊക്കെ ക്ലാസിക്കൽ കോൺസെപ്റ്റാണ്. അതൊന്നും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മളെന്താ യൂസ് ചെയ്യുക, ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റാണ്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ് പ്രകാരം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഓക്സിഡേഷൻ ഈസ് ദി ഇൻക്രീസ് ഇൻ ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ എലമെൻറ്റ്. ഓക്കെ, ഡെഫിനേഷൻ ഒന്നും ചോദിക്കില്ല, പ്രോബ്ലംസ് അല്ലേ, റിയാക്ഷൻ വെച്ചിട്ടാണ് വരിക. ഓക്സിഡേഷൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇൻക്രീസ് ഇൻ ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ എലമെൻറ്റ്. എന്ന് വെച്ചാൽ എന്താ പ്രത്യേകത, ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ, ഒരു എലമെൻറ്റ് ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ അയാൾ എന്ത് ചെയ്തു, ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്തു എന്ന് പറയും അല്ലേ. അതേമാതിരി റിഡക്ഷൻ ആണെങ്കിലോ നമ്മൾ പറയും ഡിക്രീസ് അല്ലേ, ഡിക്രീസ് ഇൻ ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ നമ്മൾ പറയും അയാൾ എന്ത് അണ്ടർഗോ ചെയ്തു, റിഡക്ഷൻ അണ്ടർഗോ ചെയ്തു എന്ന് പറയും അല്ലേ. അതേമാതിരി നമ്മൾ പഠിച്ച ഒരു സംഭവമാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് മക്കളെ, ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് മക്കളെ, ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞാൽ ഓക്സിഡേഷനെ സഹായിക്കുന്ന ആളാണ്. ഓക്സിഡേഷനെ സഹായിക്കുന്ന ആൾ എന്ത് സംഭവിക്കണം, അയാൾ റിഡക്ഷൻ അണ്ടർഗോ ചെയ്യണം. ഓക്കെ, ചെറിയ ക്ലാസ്സിൽ മുതൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് അണ്ടർഗോ റിഡക്ഷൻ ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ്സ് അണ്ടർഗോ ഓക്സിഡേഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് തന്നെ നമുക്കിവിടെ പറയാനുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സബ്സ്റ്റൻസ് വിച്ച് അണ്ടർഗോ എന്ത് അണ്ടർഗോ ചെയ്യും, സബ്സ്റ്റൻസ് വിച്ച് അണ്ടർഗോ. ഓക്സിഡൈസിങ് ഏജൻറ്റ് ആണെങ്കിൽ അയാൾ എന്ത് അണ്ടർഗോ ചെയ്യും, റിഡക്ഷൻ അണ്ടർഗോ ചെയ്യും അല്ലേ. അതേമാതിരി റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത, റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത, സബ്സ്റ്റൻസ് അല്ലേ, എന്താണ് സബ്സ്റ്റൻസ് വിച്ച് അണ്ടർഗോ അല്ലേ. റെഡ്യൂസിങ് ഏജൻറ്റ് പറഞ്ഞാൽ സബ്സ്റ്റൻസ് വിച്ച് അണ്ടർഗോ എന്താ മക്കളെ, അത് ഓക്സിഡേഷൻ ആണ് അല്ലേ, അത് ഓക്സിഡേഷൻ ആണ് അല്ലേ. അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, എന്നിട്ട് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, ജസ്റ്റ് വൺ എക്സാമ്പിൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സോഡിയം ക്ലോറിനും കമ്പൈൻ ചെയ്ത് നമുക്ക് അറിയാം എന്തുണ്ടാക്കും മക്കളെ, NaCl ഉണ്ടാക്കും അല്ലേ, NaCl ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ സോഡിയം നെഗറ്റീവ് സ്റ്റേറ്റിലാണ്, അതുകൊണ്ട് അയാൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. ക്ലോറിനും അല്ലേ നെഗറ്റീവ് സ്റ്റേറ്റിലാണ്, അതുകൊണ്ടും അയാൾ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. എന്നാൽ ഇവിടെ ഒരു കോമ്പൗണ്ട് ആണ്, ആൽക്കലി മെറ്റൽ എപ്പോഴും +1 കാണിക്കുക, ക്ലോറിൻ അതുകൊണ്ട് -1 കാണിക്കും, കാരണം ന്യൂട്രൽ ആകണം, അതൊരു കോമ്പൗണ്ട് ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും സോഡിയം 0 സ്റ്റേറ്റിൽ നിന്ന് +1 പോയി. അപ്പോൾ +1 പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും അവിടെ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ കാണുന്നു. 0 എന്തായി, +1 ആയി സോഡിയത്തിൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു, ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് പറയാം. അപ്പോൾ ഇവിടെ ആരാണ് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്തത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് പറയാം അത് സോഡിയം ആണെന്ന് പറയാം
ഓക്കെ, ഇനി അതേമാതിരി നമുക്ക് കാണാൻ പറ്റും ഇവിടെ ക്ലോറിൻ 0 സ്റ്റേറ്റിൽ നിന്ന് എന്ത് സംഭവിച്ചു, -1, 0യിൽ നിന്ന് -1 പോയി എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടായി മക്കളെ, ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഉണ്ടായി എന്ന് കണ്ടു. ഓക്കെ, ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് നമ്മൾ കാണുന്നത് മക്കളെ, അത് റിഡക്ഷൻ ആണ്. അതെന്താ മക്കളെ, അത് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ അതെന്താ, അത് റിഡക്ഷൻ ആണ് അല്ലേ. അപ്പോൾ ആരാണ് ഇവിടെ റിഡക്ഷൻ നടന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, ആർക്കാണ് ഇവിടെ റിഡക്ഷൻ നടന്നത്, അത് ക്ലോറിൻ ആണ്. ഇനി നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു ആരാണ് ഇവിടെ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ആരാണ് ഇവിടെ ഓക്സിഡേഷൻ നടന്നതെന്ന് നോക്കുക. ആരാ ഓക്സിഡേഷൻ നടന്നത്, അത് സോഡിയമാണ്. അപ്പോൾ Na എന്ന് കൊടുക്കാം ഇല്ലേ. ഇനി ആരെങ്കിലും നിങ്ങളോട് ഇതിൽ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചു ആരാണ് ഇതിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് ചോദിച്ചു, ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ ആരാണ് റിഡക്ഷൻ നടക്കണം നോക്കുക. റിഡക്ഷൻ ആരാണ് നടക്കുന്നത്, അത് ക്ലോറിൻ ആണ്. അപ്പോൾ Cl2 എന്ന് കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്യാൻ കഴിയണം. വളരെ എളുപ്പമാണ്, ഇത് വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓക്സിഡേഷൻ നമ്പർ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം, പറയാൻ കഴിയണം. നമുക്കൊരു എലമെൻറ്റ് തന്നാൽ ആരാണ് അവിടെ ഓക്സിഡേഷൻ നടന്നത്, ആരാണ് അവിടെ റിഡക്ഷൻ നടന്നത് എന്ന് നമുക്ക് എന്താ ചെയ്യുക, നമുക്കത് പ്രൂവ് ചെയ്യാൻ കഴിയണം. ഓക്കെ, റെഡിയല്ലേ? ഇനി ഒരു എക്സാമ്പിൾ വേണോ, കൂടി വേണോ? ഓക്കെ, ജസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായ ഒരു എക്സാമ്പിൾ കൂടി വേണമെങ്കിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മെഗ്നീഷ്യം, ഒരൊറ്റ എക്സാമ്പിൾ, മെഗ്നീഷ്യവും നൈട്രജനും കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആളാണ് ആര് മക്കളെ, Mg3N2 അല്ലേ, Mg3N2. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യം അല്ലേ, 3 മെഗ്നീഷ്യവും 2 നൈട്രജനും കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൾക്കാരാണ് അത് മക്കളെ, ഏത് മെഗ്നീഷ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന ഈ ആൾക്കാർ അല്ലേ, മെഗ്നീഷ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന ഇയാൾ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ട സംഭവം മെഗ്നീഷ്യം എന്ന് ഫ്രീ സ്റ്റേറ്റിലാണ്, അപ്പോൾ 0, നൈട്രജനും ഫ്രീ സ്റ്റേറ്റിലാണ് 0. എന്നാൽ മെഗ്നീഷ്യം ആൽക്കലി മെറ്റലാണ്, അപ്പോൾ ഇയാൾക്ക് +2 അല്ലേ, അപ്പോൾ +2 കിട്ടും. അപ്പോൾ എന്താണ്, +6 കിട്ടും, ഇവിടെ -6 കിട്ടും, ഇവിടെ എന്താണ് -3 ആണ് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരുപാട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്രാക്ടീസ് ആകും എന്ന് ഓർക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക മെഗ്നീഷ്യം എന്താ പ്രത്യേകത, മെഗ്നീഷ്യത്തിൻ്റെ കേസിൽ എന്താ പ്രത്യേകത, ഇവിടെ എന്ത് സംഭവിച്ചു, 0യിൽ നിന്ന് +2 പോയി. അപ്പോൾ ഞാൻ പറയും ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഇയാൾ എന്ത് അണ്ടർഗോ ചെയ്തു, ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ പറയും ഓക്സിഡേഷൻ ഇതിൽ ആരാണ് അണ്ടർഗോ ചെയ്തത്, ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്ത ആൾ മെഗ്നീഷ്യമാണ് എന്ന് പറയാം അല്ലേ. അതേമാതിരി എന്ത് ചെയ്യുക, നൈട്രജൻ എന്ത് ചെയ്തു, നൈട്രജൻ N2 0യിൽ നിന്ന് -3 വന്ന് അല്ലേ. എന്ന് വെച്ചാൽ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ അതെന്താ മക്കളെ, അത് റിഡക്ഷൻ ആണ് അല്ലേ. അപ്പോൾ ആരാണ് ഇതിൽ റിഡക്ഷൻ നടന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും മക്കളെ, റിഡക്ഷൻ ആരാ നടന്നത് മക്കളെ, നമുക്ക് പറയാൻ പറ്റും നൈട്രജൻ ആണ്. അപ്പോൾ ഓക്സിഡേഷൻ നടന്ന ആൾ എന്തെങ്കിലും മക്കളെ, അയാൾ റെഡ്യൂസിങ് ഏജൻറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി റിഡക്ഷൻ നടന്ന ആളായിരിക്കും മക്കളെ, അയാൾ തീർച്ചയായിട്ടും ഓക്സിഡൈസിങ് ഏജൻറ്റ് ആയിരിക്കും. അയാൾ ആരെങ്കിലും മക്കളെ, ഓക്സിഡൈസിങ് ഏജൻറ്റ് ആയിരിക്കും. ഓക്കെ, വളരെ സിമ്പിളാണ്, ജസ്റ്റ് കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ് റെഡി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, വേണമെങ്കിൽ ഒരു പ്രോബ്ലം നോക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്യുക, നല്ല പ്രോബ്ലം ഉണ്ടോ ജസ്റ്റ് നോക്കാം. നമുക്ക് പ്രീവിയസ് ഇയറിൽ പ്രോബ്ലം ഉണ്ടോ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രോബ്ലം, ഒരു നല്ലൊരു പ്രോബ്ലം നമ്മൾ എഴുതി നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഒരൊറ്റ സിമ്പിൾ പ്രോബ്ലം, simple question. Okay, in the reaction ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, PB പ്ലസ് ലെഡ് ആണ് അല്ലേ, PB പ്ലസ് PbO2 gives എന്താണ്, പ്ലസ് 2H2SO4 gives എന്താണ് മക്കളെ, 2PbSO4 പ്ലസ് 2H2O അല്ലേ. ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ആരൊക്കെയാണ് ഓക്സിഡൈസ് ചെയ്ത്, ആരൊക്കെയാണ് റെഡ്യൂസ് ചെയ്ത് എന്നൊക്കെയാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും SO4 എന്ന് വെച്ചാൽ SO4 പറയുമ്പോൾ ഇവർക്കൊന്നും വലിയ മാറ്റമില്ല അല്ലേ. ഇതിലെന്താ ചെയ്യുക, നമുക്ക് ലെഡിനെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ ലെഡ് എന്താണ്, നെഗറ്റീവ് സ്റ്റേറ്റില്ല, അതുകൊണ്ട് 0 എന്ന് കൊടുക്കാം അല്ലേ. ഇനി ഈ കേസിലാണെങ്കിൽ എന്ത് ചെയ്യുക, ഓക്സിജൻ സാധാരണഗതിയിൽ -2 ആണ് കാണിക്കുക. അപ്പോൾ -2 ആണ് ഇവിടെ ഓക്സിജൻ കാണിക്കുക. അപ്പോൾ 2 ഓക്സിജൻ ഉണ്ട്, -2 -4 കിട്ടും. ഇത് ന്യൂട്രൽ ആകണം, അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യാം, +4 എന്ന് കൊടുക്കാം. ഓക്കെ, +4 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എഴുതാം.
ഓക്കെ, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ചിലപ്പോൾ ഇവിടെ തന്നെ എഴുതിയാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതാം. പി ബി പ്ലസ് ആൻസർ പറഞ്ഞിട്ട് പി ബി പ്ലസ് PbO2 പ്ലസ് 2H2SO4 ഗിവ്സ് എന്താണ് 2PbSO4 പ്ലസ് 2H2O. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുമ്പോൾ എന്താ പ്രത്യേകത, ലെഡ് എന്ന് പറഞ്ഞാൽ 0 നെഗറ്റീവ് സ്റ്റേറ്റ് ആണ്. PbO2 എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത, ഇയാൾ -2 ആണ്. 2 -2 -4. ഓക്കെ, ഇവിടെ +4 ആകണം, എന്നാലും എന്തേ ഉള്ളൂ, അയാൾ ന്യൂട്രൽ ആകുള്ളൂ അല്ലേ. ന്യൂട്രൽ ആവേണ്ടേ, കാരണം PbO2 പറഞ്ഞാൽ ഒരു കോമ്പൗണ്ട് ആണ് അല്ലേ. ഇനി ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താ പ്രത്യേകത, PbSO4 ആണ് അല്ലേ. PbSO4 അതിൽ ഓരോരുത്തർ എടുത്ത് കാണേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം SO4 എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ ഇത് മക്കളെ, SO4 എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ സാധാരണ ഇത് മക്കളെ, SO4 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. SO4 എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇതാ SO4 2- ആയിട്ടാണ് ഇതാ അല്ലേ. SO4 2- ആണെങ്കിൽ ലെഡിന് എന്തെങ്കിലും ഉണ്ടാകുക മക്കളെ, +2 ആയിരിക്കും, +2 ആയിരിക്കും അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നോരോന്ന് ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും 0 സ്റ്റേറ്റിൽ ലെഡ് 0 സ്റ്റേറ്റിൽ നിന്ന് +2 പോയി. അപ്പോൾ അതെന്താ നമുക്ക് പറയാം, അവിടെ ഓക്സിഡേഷൻ നടന്നിട്ടുണ്ട് അല്ലേ. ഇനി എന്താ Pb+4 അല്ലേ, +4 എന്ന സ്റ്റേറ്റിൽ നിന്ന് +2 പോയ എന്താ പ്രത്യേകത, അത് റിഡക്ഷനാണ്. അതെന്താ മക്കളെ, അത് റിഡക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ചോദ്യങ്ങൾ ഓരോന്നോരോന്ന് നോക്കാം. ആരാണ് ഇതിൽ ഓക്സിഡേഷൻ നടന്നത്? ഓക്കെ, ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കുന്ന ആരാ, ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, റിയാക്റ്റൻസിൻ്റെ സൈഡിലുള്ള ആൾക്കാരാണ് നമ്മൾ പറയാം കേട്ടോ. പ്രൊഡക്ഷൻ സൈഡിൽ അങ്ങോട്ട് നമ്മൾ നോക്കുക തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ എന്താ ഓക്സിഡേഷൻ നടന്ന ആൾക്കാർ ആരാ ഇതിൽ മക്കളെ, ഓക്സിഡേഷൻ നടന്ന ലെഡാണ്. റിഡക്ഷൻ നടന്നതോ, റിഡക്ഷൻ നടന്നത് ആർക്കാ മക്കളെ, റിഡക്ഷൻ നടന്നത് ആർക്കാണ്, ലെഡ് ഇൻ ഏതാണ്, ലെഡ് ഇൻ PbO2, ലെഡ് ഇൻ PbO2. ഇനി ഓക്സിഡേഷൻ നടന്ന ആൾക്കാരെ പ്രത്യേകത എന്താ, അവരെന്തായിരിക്കും മക്കളെ, അവർ റെഡ്യൂസിങ് ഏജൻറ്റ് ആയിരിക്കും, അവർ റെഡ്യൂസിങ് ഏജൻറ്റ് ആയിരിക്കും അല്ലേ. അതേമാതിരി എന്താ പ്രത്യേകത, റിഡക്ഷൻ നടന്ന ആൾക്കാർ എന്തായിരിക്കും, അവർ നല്ല ഓക്സിഡൈസിങ് ഏജൻറ്റ് ആയിരിക്കും, അവർ നല്ല ഓക്സിഡൈസിങ് ഏജൻറ്റ് ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക, അവർ നല്ല ഓക്സിഡൈസിങ് ഏജൻറ്റ് ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. റെഡിയാണോ മക്കളെ, അപ്പോൾ ഇത് നന്നായി ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യുക, റിഡോക്സ് റിയാക്ഷന് പല ടൈപ്പുകളുണ്ട്. 4 ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻ ഉണ്ട്. അത് ഓരോന്നോരോന്നായി നോക്കാം. ഏതൊക്കെയാണ് ടൈപ്പുകൾ നോക്കാം, ഓരോ എക്സാമ്പിൾ വീതവും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷനാണ് പഠിക്കാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 4 ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷനാണ് നമുക്ക് സാധാരണഗതിയിലുള്ളത്. 4 ടൈപ്സ് ആണുള്ളത്. ഓക്കെ, 4 ടൈപ്സ് റിഡോക്സ് റിയാക്ഷൻ ആണുള്ളത്. നമ്മൾ ഫസ്റ്റ് വൺ പറയും എന്താണ്, കോമ്പിനേഷൻ റിയാക്ഷൻ. ഓക്കെ, കോമ്പിനേഷൻ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയും. രണ്ടാമത്തെ നമ്മൾ പറയും എന്താ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയും. മൂന്നാമത്തെ നമ്മൾ പറയും എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. വളരെ സിമ്പിളാണ്, ചെറിയ ക്ലാസ് മുതൽ പഠിച്ച സംഭവങ്ങളാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയും. നാലാമത്തെ നമ്മൾ പറയും എന്താണ്, നമ്മൾ പഠിക്കാത്ത കാര്യം ഇതായി കാര്യം, ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ, ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇത് ഓരോന്നോരോന്നായി നമുക്ക് നോക്കണം. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് വളരെ പെട്ടെന്ന് കഴിയും, വളരെ ഈസി ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വേണം നമ്മൾ എന്താ പഠിക്കാൻ പോവുക, കോമ്പിനേഷൻ റിയാക്ഷൻ. കോമ്പിനേഷൻ റിയാക്ഷൻ. ഓക്കെ, എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, കമ്പൈൻ ചെയ്യണം അല്ലേ. ഇത് പറയാൻ എന്താ, A+B കമ്പൈൻ ചെയ്ത് എന്താകണം, C ആകണം. A+B കമ്പൈൻ ചെയ്ത് C ആകണം. 2 എലമെൻറ്റ്സ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ എയോ ബിയോ ഏതെങ്കിലും ഒരാൾ എലമെൻ്റ് ആകണം. ഐദർ 2 എലമെൻറ്റ്സ് അല്ലേ, എങ്ങനെ പറയും, ഐദർ 2 എലമെൻറ്റ്സ്, ഐദർ 2 എലമെൻറ്റ്സ് ഓർ A or B, ആരെങ്കിലും ഒരാൾ, any one element, ഒന്നുകിൽ എന്ത് ചെയ്യുക, എയും ബിയും എലമെൻ്റ് ആകണം, അല്ലെങ്കിൽ എയോ ബി അതിൽ ആരെങ്കിലും ഒരാൾ എലമെൻ്റ് ആയാൽ മതി. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്യുക, 2 എലമെൻറ്റോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരാൾ എലമെൻ്റ് ആയിട്ട് കമ്പൈൻ ചെയ്ത് ഒരു എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അങ്ങനത്തെ റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുക കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ, വളരെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റും. ഏറ്റവും അധികം എക്സാമ്പിൾ പറയാം C+O2 അല്ലേ, C+O2 എന്ന് പറയാൻ പറ്റും, CO2 ഒരു എക്സാമ്പിളാണ് അല്ലേ. അതേമാതിരി വേണമെങ്കിൽ വേറെ എക്സാമ്പിൾ ഇത് പറയാൻ പറ്റും. നേരത്തെ നമ്മൾ പഠിച്ച മെഗ്നീഷ്യവും നൈട്രജനും കമ്പൈൻ ചെയ്ത് എന്തുണ്ടാകുന്നു മക്കളെ, Mg3N2 ഉണ്ടാകുന്ന ഒരു കേസ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും.
അല്ലെങ്കിൽ നമുക്ക് ഇത് പറയാൻ പറ്റും, മീഥേൻ കത്തിക്കുന്ന ഒരു കേസ് പറയാൻ പറ്റും. CH4+O2 gives CO2 plus H2O നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താ കോമ്പിനേഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, എന്താ പ്രത്യേകത? ഒന്നെങ്കിൽ ഒരാൾ രണ്ടുപേരും എലമെൻറ്റ്സ് ആകും, അതിൽ രണ്ടുപേരും എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ തന്നെ എലമെൻ്റ് ആകണം. ഓക്കെ, അങ്ങനത്തെ റിയാക്ഷൻസിനെ നമ്മൾ എന്ത് വിളിക്കുക? കോമ്പിനേഷൻ റിയാക്ഷൻസ്. ഇതിലെന്തുണ്ട്? ഇതൊക്കെ റിഡോക്സ് റിയാക്ഷൻസ് ആണ്. നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ എഴുതി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അവിടെ ഓക്സിഡേഷനും നടക്കുന്നുണ്ട്, റിഡോക്സും അല്ലേ, ഓക്സിഡേഷനും നടക്കുന്നുണ്ട്, റിഡക്ഷനും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കാനുള്ള കാരണം. ഓക്കെ, ഇനി രണ്ടാമത്തെ നമ്മൾ നോക്കുക എന്താണ്? ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ഓഫ് എന്താണ് മക്കളെ? ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ഓഫ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഓക്കെ, ഓപ്പോസിറ്റ് ഓഫ് കോമ്പിനേഷൻ റിയാക്ഷനാണ്. ഓക്കെ, ഓപ്പോസിറ്റ് ഓഫ് കോമ്പിനേഷൻ റിയാക്ഷനാണ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു കോമ്പൗണ്ട് AB എന്താകും? അത് സ്പ്ലിറ്റ് ചെയ്ത് A+B ആകും. ഓക്കെ, A+B ആകും. എ കോമ്പൗണ്ട് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 or more elements അല്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം? എ compound breaks down into എന്താണ്? 2 or more elements എന്ന് വേണമെങ്കിൽ പറയാം. 2 or more elements എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ ചെയ്യുക? വേണമെങ്കിൽ നമുക്ക് H2O ഡീകമ്പോസ് ചെയ്യാം അല്ലേ? H2O ഡീകമ്പോസ് ചെയ്താൽ എന്ത് കിട്ടും മക്കളെ? 2H2+O2 കിട്ടും. ഓക്കെ, ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പൊട്ടാസ്യം ക്ലോറൈഡ് KClO3 ഗീവ്സ് എന്താണ്? KCl+O2 എന്ന് പറയാം. O2 എന്ന് പറയാം. ഓക്കെ, KCl+O2 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതും എന്താണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിൾസ് ആണ്. എന്നാൽ നിങ്ങൾ ഇവിടെ ഓർത്ത് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറഞ്ഞാൽ ഓൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് are not redox reaction. എല്ലാ ഡീകമ്പോസിഷൻ റിയാക്ഷനുകളും റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് നമ്മൾ കരുതിയാൽ അത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. ഓൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ആർ നോട്ട് റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് ഇത് മക്കളെ. നമ്മൾ കാൽഷ്യം കാർബണേറ്റ് എടുത്തു അല്ലേ? കാൽഷ്യം കാർബണേറ്റ് എടുത്ത് നമ്മൾ ഡീകമ്പോസ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡും CO2 ആക്കിയാൽ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ കാൽഷ്യത്തിൻ്റെ +2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, കാൽഷ്യത്തിന് +2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ഇനി ഓക്സിജൻ എന്താ വരിക? -2 ആണ് വരിക. ഇവിടെയും -2 ആണ് വരിക, ഇവിടെയും -2 ആണ് വരിക. ഇനി കാർബണിനെ നിങ്ങൾ നോക്കുക, ഇവിടെ എന്ത് ചെയ്യുക? -6+2. ഓക്കെ, ഇനി ന്യൂട്രലാകാൻ കാർബൺ ഇവിടെ വേണ്ടി +4 ആണ്, ഇവിടെയും കാർബണിൻ്റെ +4 എന്ന് വെച്ചാൽ ഇതിൽ ഒരാളുടെയും അല്ലേ, കാൽഷ്യത്തിൻ്റെ ആണെങ്കിൽ +2, ഓക്സിജൻ ആണെങ്കിൽ -2, കാർബണിനാണെങ്കിൽ +4, ഇതിൽ ഒരാളുടെ വരെ ഓക്സിഡേഷൻ നമ്പർ മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ ഓക്സിഡേഷനും ഇല്ല, റിഡക്ഷനും ഇല്ല എന്ന് വെച്ചാൽ ഈ റിയാക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ ആണോ? നോട്ട് റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കണം. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് എല്ലാം തന്നിട്ട് റിഡോക്സ് റിയാക്ഷനെ പറയാൻ പറ്റുമോ? പറ്റില്ല എന്ന് ഓർക്കുക. ഓക്കെ, എല്ലാ കോമ്പിനേഷൻ റിയാക്ഷൻസും റിഡോക്സ് റിയാക്ഷനാണ് പറയാം. പക്ഷേ എല്ലാ ഡീകമ്പോസിഷൻ റിയാക്ഷൻസും റിഡോക്സ് റിയാക്ഷനാണ് ചോദിച്ചാൽ അല്ല. ചിലപ്പോൾ ഇവർ എക്സാമിന് ചോദിക്കും റൈറ്റ് വൺ എക്സാമ്പിൾ ഫോർ എ റിയാക്ഷൻ വിച്ച് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ ഒരു എക്സാമ്പിളാണ് ഇത്. റെഡിയാണോ മക്കളെ? ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാൻ പോകുന്ന അടുത്തതാണ് ഇത് മക്കളെ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ കേസാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ വളരെ സിമ്പിളാണ് അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്താ പറഞ്ഞത്? അതായത് നമുക്ക് വേണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക? XY+Z ഒരു റിയാക്ഷൻ ചെയ്താൽ XY+Z കമ്പൈൻ ചെയ്യുമ്പോൾ ഈ Z എന്ത് ചെയ്യും? വൈനെ വന്ന് റീപ്ലേസ് ചെയ്യും. X എന്ത് ചെയ്യും? Z അല്ലേ? എന്താ ചെയ്യുക? Z വൈനെ വന്ന് റീപ്ലേസ് ചെയ്യും. എന്നിട്ട് അവിടെ പോയിരിക്കും XZ+ എന്നിട്ട് എന്ത് ചെയ്യും? വൈനെ പുറത്താക്കും അല്ലേ? XY+Z എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? Z ഇവിടെ വന്നിട്ട് വൈനെ ഡിസ്പ്ലേസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക? XZ ആവും. എന്നിട്ട് വൈനെ പിടിച്ച് പുറത്താക്കും അല്ലേ? ഇവിടെ എന്താ പറയുക നമ്മൾ? വൺ എലമെൻറ്റ് displaces
വൺ എലമെൻറ്റ് അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും പറയാം, വൺ ആറ്റം ഓർ അയോൺ അങ്ങനെയൊക്കെ പറയാം, നോ പ്രോബ്ലം. ഓക്കെ, വൺ ആറ്റം ഓർ അയോൺ displaces other atom or ion from its compound. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഒരുപാട് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുക, നമ്മൾ സിങ്ക് എന്ത് ചെയ്യും, സിങ്ക് നമ്മൾ ആസിഡിൽ കൊണ്ടുവന്നിട്ടാൽ എന്ത് സംഭവിക്കും മക്കളെ? ഹൈഡ്രജൻ ഇവോൾവ് ചെയ്യാറില്ലേ? ZnCl2+H2 എന്നൊക്കെ പറയുന്ന ഈ റിയാക്ഷൻസ്. ഓക്കെ, ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. കാരണം എന്താ, ഇവിടെ സിങ്ക് എന്ന ആൾ ഇവിടെ ക്ലോറിനെ ഡിസ്പ്ലേസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു അല്ലേ? മാറിപ്പോയി. സിങ്ക് എന്ന ആൾ ക്ലോറിൻ അല്ല, ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തു. ഓക്കെ, സിങ്ക് എന്ന ആൾ എന്ത് ചെയ്തു? ഇവിടെ എന്ത് ചെയ്തു? ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തു. സിങ്ക് അവിടെ കയറിയിരുന്നു. അപ്പോൾ സിങ്ക് ക്ലോറൈഡായി, പിന്നെ ഹൈഡ്രജൻ ഇവോൾവ് ചെയ്തു. അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അതേമാതിരി നമുക്ക് പറയാൻ പറ്റുന്നതാണ്, സിങ്ക് തന്നെ എന്ത് ചെയ്യുക, സിങ്ക് റോഡ് നമ്മൾ എന്ത് ചെയ്യുക, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കൊണ്ടുവന്നിട്ടാൽ എന്ത് സംഭവിക്കും? സിങ്ക് എവിടെ കയറിയിരിക്കും? സിങ്ക് സൾഫേറ്റ് ആകും. എന്നിട്ട് കോപ്പറിനെ കൊണ്ടുപോയി തട്ടും അല്ലേ, ഡിസ്പ്ലേസ് ചെയ്യും. എന്ന് വെച്ചാൽ സിങ്ക് ആരെ ഡിസ്പ്ലേസ് ചെയ്യും? കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിന് ഓക്സിഡേഷൻ നമ്പറൊക്കെ എഴുതി നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെയൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ആണെങ്കിൽ ഉദാഹരണത്തിന് സിങ്ക് ഇവിടെ എന്താണ്? നെഗറ്റീവ് സ്റ്റേറ്റിലാണ്, ഇവിടെ 0 എന്ന് പറയാം. കോപ്പർ ഇവിടെ നെഗറ്റീവ് സ്റ്റേറ്റിലാണ്, 0 എന്ന് പറയാം. ഇവിടെ കമ്പൈൻ സ്റ്റേറ്റിലാണ്. ഞാൻ പറഞ്ഞിരുന്നു SO4 എന്ന് പറഞ്ഞാൽ എന്താ? SO4 2- ആണ്, സൾഫേറ്റ് ആണ്. ഇവിടെ -2 വയ്ക്കരും, ഇപ്പോൾ ഇവിടെ +2 വയ്ക്കരും. അതേപോലെ സൾഫറിൻ്റെ കേസ് അല്ലേ, ഇവിടെയും +2 വയ്ക്കുക, കാരണം ഇവിടെ SO4 2- അല്ലേ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും സിങ്ക് എന്തായി മക്കളെ? സിങ്ക് എന്തായി നമുക്ക് കാണാൻ പറ്റും അല്ലേ. നമുക്ക് കാണാൻ പറ്റും എന്താ പ്രത്യേകത മക്കളെ? സിങ്ക് Zn2+ ആയി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ സംഭവിച്ചു അല്ലേ. Cu2+ എന്തായി? Cu ആയി. അപ്പോൾ എന്ത് സംഭവിച്ചു? റിഡക്ഷൻ സംഭവിച്ചു അല്ലേ. അപ്പോൾ ഓക്സിഡേഷൻ റിഡക്ഷൻ രണ്ടും ഉണ്ടെങ്കിലാണ് നമ്മൾ അവരെന്ത് വിളിക്കുക? റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുക. റെഡിയാണോ മക്കളെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് വൺ അതാണ് പഠിക്കേണ്ടത്. അതെന്താണ് മക്കളെ? ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഓക്കെ, ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരു കോമ്പൗണ്ടിലുള്ള ഒരു എലമെൻറ്റ്, ദ സെയിം എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട് അണ്ടർഗോസ് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, രണ്ടും സംഭവിക്കുന്നതായി കാണാൻ പറ്റും. ഓക്കെ, അതെന്താണ്? എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് റെഡിയാവും. എന്ന് പറഞ്ഞാൽ ദ സെയിം എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട് undergoes എന്താ മക്കളെ? undergoes both oxidation and reduction. ഓക്കെ, രണ്ടും അണ്ടർഗോ ചെയ്യും. ഓക്കെ, ദ സെയിം എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട് അണ്ടർഗോസ് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, രണ്ടും അണ്ടർഗോ ചെയ്യുന്നതായി പറഞ്ഞു. ഓക്കെ, ദ സെയിം എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട് അണ്ടർഗോസ് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, രണ്ടും അണ്ടർഗോ ചെയ്യുന്നതായി പറഞ്ഞു. റെഡിയല്ലേ മക്കളെ? അപ്പോൾ രണ്ടും അണ്ടർഗോ ചെയ്യും. ഓക്കെ, ഇവിടെ ഉണ്ടാകേണ്ട എന്താ പ്രത്യേകത? ഈ എലമെൻറ്റിൻ്റെ പ്രത്യേകത എന്താകണം? ഈ എലമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? എലമെൻറ്റ് must have എന്താണ്? 3 oxidation states. 3 oxidation state വേണം. 3 oxidation state in which it is in intermediate state. ഇയാൾക്ക് 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേണം. എന്നാൽ റിയാക്റ്റൻ്റ് സൈഡിലുള്ള ആ എലമെൻറ്റ് എന്താകണം? ബിറ്റ്വീൻ ആകണം. ഓക്കെ, ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അയാൾക്ക് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് ഓക്സിഡേഷൻ നമ്പർ കൂട്ടിയിട്ട് ഓക്സിഡേഷൻ നടക്കാം, ഓക്സിഡേഷൻ നമ്പർ കുറച്ചിട്ട് റിഡക്ഷനും നടക്കാം. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ ഈ കോൺസെപ്റ്റ് റെഡിയാവും. ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ് H2O2, ഹൈഡ്രജൻ പെറോക്സൈഡ്. ഡീകമ്പോസ് ചെയ്താൽ നമുക്ക്
നമുക്ക് അറിയാം എന്ത് കിട്ടും മക്കളെ, H2O പ്ലസ് ഹാഫ് O2 കിട്ടും. H2O പ്ലസ് ഹാഫ് O2 കിട്ടും അല്ലേ. ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് അല്ലേ. ഹൈഡ്രജൻ എന്താണ്, പെറോക്സൈഡ്. ഹൈഡ്രജൻ എന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കും. ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് എന്താ, ഇവിടെ -1 ആണ്. പെറോക്സൈഡിൽ ഞാൻ പറഞ്ഞിരുന്നു -1 ആണ്. നോർമൽ കേസിലാണെങ്കിൽ -2. ഇത് നെഗറ്റീവ് ആണ്. O2 ആണ് നെഗറ്റീവ് സ്റ്റേറ്റ് ആണ്, അപ്പോൾ 0 അല്ലേ മക്കളെ. അപ്പോൾ -1 നിന്ന് -2 പോയി. -1 നിന്ന് -2 പോയി. അപ്പോൾ ഓക്സിജൻ എന്ത് സംഭവിച്ചു, റിഡക്ഷൻ സംഭവിച്ചു. എന്നാൽ അതേ -1 സെയിം അല്ലേ, സെയിം ഓക്സിജൻ തന്നെ -1 നിന്നും 0 പോയി എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷനും സംഭവിച്ചു. ഓക്കെ, ഓക്സിഡേഷനും സംഭവിച്ചു എന്ന് പറയാൻ എന്താ, ദ സെയിം എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട് അണ്ടർഗോസ് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഇവർക്ക് 3 ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ വേണം ഇല്ലേ. ഓക്സിജൻ്റെ കേസിൽ എന്തായിരുന്നു മക്കളെ, -2 ഉണ്ടായിരുന്നു, -1 ഉണ്ടായിരുന്നു, -1/2 ഉണ്ടായിരുന്നു അല്ലേ. സോറി, ഇതല്ല, നമുക്ക് ഇതല്ല ഇവിടെ വേണ്ടത് അല്ലേ. ഏതായിരുന്നു ഉണ്ടായിരുന്നു, -1 ഉണ്ടായിരുന്നു, -2 ഉണ്ടായിരുന്നു, 0 ഉണ്ടായിരുന്നു അല്ലേ. -1 നിന്ന് ഇയാൾ -2 പോയി, റിഡക്ഷൻ സംഭവിച്ചു. -1 നിന്ന് 0 പോയി, ഓക്സിഡേഷൻ സംഭവിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേണം, ഇവർ ഇൻ്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാകണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ എന്താ പറഞ്ഞു അല്ലേ. ഓക്സിഡേഷൻ നമ്പർ എന്താ പറഞ്ഞു, ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താനുള്ള റൂൾസ് എന്താ പറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ അടിസ്ഥാനത്തിലുള്ള ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഓക്സിഡേഷൻ എന്താണെന്നും റിഡക്ഷൻ എന്താണെന്നും ഡിഫൈൻ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ പറഞ്ഞു. 4 ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ നമ്മൾ പഠിച്ചു. അതിന് ഓരോ എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരു കൊല്ലം നമുക്ക് എന്ത് ചെയ്യാം, ചോദിച്ച ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു കൊല്ലം നമുക്ക് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. റിഡോക്സ് റിയാക്ഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 ടൈപ്സ്. ഓക്കെ, ഡിസ്ക്രൈബ് എനി 3 ഓഫ് ദം. ഏതെങ്കിലും 3 തരണം എങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഓക്കെ, വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം കോമ്പിനേഷൻ എന്താ പറയുക, ഒരു എക്സാമ്പിൾ. ഡീകമ്പോസിഷൻ എന്താ പറയുക, ഒരു എക്സാമ്പിൾ. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം, ഒരു എക്സാമ്പിൾ. അങ്ങനെ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് 3 മാർക്ക് ഷുവറാണ്. ഓക്കെ, വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് ഉണ്ടാകുക. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. അതിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കായ ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. മക്കളെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ആണ്. ഓക്കെ, ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ നമുക്ക് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാൻ 2 മെത്തേഡ് ഉണ്ട്. ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ഉണ്ട്, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉണ്ട്. എന്നാൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് മാത്രം പഠിച്ചാൽ മതി, ഹാഫ് റിയാക്ഷൻ മെത്തേഡ് മാത്രം പഠിച്ചാൽ മതി അല്ലേ. റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യും എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യണം. സാധാരണ ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ ബാലൻസ് ചെയ്താൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ളതും റൈറ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് മാത്രം നോക്കിയാൽ മതി. എന്നാൽ റിഡോക്സ് റിയാക്ഷൻ ആകുമ്പോൾ അവിടെ എന്തുണ്ടാകും, ചാർജും കൂടി നമ്മൾ ബാലൻസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസും നമ്മൾ ബാലൻസ് ചെയ്യണം, അതേമാതിരി ചാർജും ബാലൻസ് ചെയ്യണം. അതാണ് ബാലൻസിങ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, 1-2 പ്രോബ്ലം ഡയറക്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കൺസെപ്റ്റ് റെഡിയാവും. റെഡിയല്ലേ മക്കളെ. അപ്പോൾ ഇതിൽ നോക്കാം. സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്താണ്, റൈറ്റ് ദി റിയാക്ഷൻ ഇൻ അയോണിക് ഫോം. ആദ്യം നമുക്ക് തന്ന റിയാക്ഷനെ നമ്മൾ അയോണിക് ഫോമിൽ എഴുതുക. എന്നിട്ട് എന്താ, ഐഡൻറ്റിഫൈ ദി സബ്സ്റ്റൻസ് undergoing oxidation and reduction. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറയും എന്താ മക്കളെ, നമ്മളെ റിയാക്ഷൻ അയോണിക് ഫോമിൽ എഴുതും. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഓക്സിഡേഷൻ റിഡക്ഷനും അണ്ടർഗോ ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതാണെന്ന് നോക്കും. ഓക്കെ, ഓക്സിഡേഷൻ റിഡക്ഷനും അണ്ടർഗോ ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതാണെന്ന് നോക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ 2 റിയാക്ഷന് സെപ്പറേറ്റ് ചെയ്യും. സെപ്പറേറ്റ് ദി റിയാക്ഷൻ into 2 half cells, അല്ലെങ്കിൽ into 2 half reactions. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ദ റിയാക്ഷൻ ഇൻറ്റു 2 ഹാഫ് റിയാക്ഷൻസ്. 2 ഹാഫ് റിയാക്ഷൻ ആയിട്ട് നമ്മൾ മാറ്റും. ഒന്നെന്താണ്, ഒന്നാമത് നമ്മൾ പറയും ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ എന്നും പറയും. രണ്ടാമത് നമ്മൾ എന്ത് പറയും, റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ എന്ന് പറയും. എന്നും നമ്മൾ പറയും.
ഓക്കെ, ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ എന്ന് പറയും, അതേമാതിരി റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഓരോന്നോരോന്നായി നോക്കും. ഓക്കെ, ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ എടുക്കും, അതേമാതിരി റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ എടുക്കും. ഓക്കെ, രണ്ട് പേർക്കും കൂടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എന്ത് പറയും, ബാലൻസ് ഓൾ ആറ്റംസ് എക്സെപ്റ്റ് ആര് മക്കളെ, എക്സെപ്റ്റ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. എല്ലാവരെയും നിങ്ങൾ ബാലൻസ് ചെയ്യുക, രണ്ടാൾക്കാരെ മാത്രം ബാക്കി വെക്കുക. അതിലാരൊക്കെയാണ്, ഒന്ന് ഓക്സിജനും ഒന്ന് ഹൈഡ്രജനും, അതേമാതിരി ഒന്ന് ഹൈഡ്രജനും. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ആദ്യം നമുക്ക് കിട്ടിയ റിയാക്ഷൻ നമ്മൾ അയോണിക് ഫോമിൽ എഴുതണം, എന്നിട്ട് അവരുടെ ഓക്സിഡേഷൻ നമ്പറൊക്കെ എഴുതി വെക്കണം, എന്നിട്ട് ആരൊക്കെയാണ് ഓക്സിഡേഷനും റിഡക്ഷനും അണ്ടർഗോ ചെയ്യണമെന്ന് കണ്ടെത്തണം, എന്നിട്ട് അവരെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ഒന്ന് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ എഴുതണം, അതേമാതിരി റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ എഴുതണം, എന്നിട്ട് മൂന്നാമത്തെ നമ്മൾ എല്ലാ ആറ്റംസിനെയും ബാലൻസ് ചെയ്യണം എക്സെപ്റ്റ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. ഓക്കെ, അങ്ങനെ നിങ്ങൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നാലാമത്തെ നിങ്ങൾ ഫോർ ബാലൻസിങ് ഹൈഡ്രജൻ, ഫോർ ബാലൻസിങ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. ഓക്കെ, അത് രണ്ട് മീഡിയം ഉണ്ട്, രണ്ട് കേസ് വരുന്നുണ്ട്, ഒന്ന് അസിഡിക് മീഡിയം ആണെങ്കിലും ഒന്ന് ബേസിക് മീഡിയം ആണെങ്കിലും. ഓക്കെ, അസിഡിക് മീഡിയത്തിൽ വരുന്നുണ്ട്, അതേമാതിരി ബേസിക് മീഡിയത്തിൽ വരുന്നുണ്ട്. ഓക്കെ, അസിഡിക് മീഡിയം ഉണ്ട്, ബേസിക് മീഡിയം ഉണ്ട്. ഓക്കെ, രണ്ട് കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓക്സിജൻ എങ്ങനെ ബാലൻസ് ചെയ്യുക മക്കളെ, ഓക്സിജൻ നമ്മൾ ബാലൻസ് ചെയ്യുക എങ്ങനെയാണ്, ഓക്സിജനെ ബാലൻസ് ചെയ്യാം, ബാലൻസ് ഓക്സിജൻ ബൈ H2O. ഇവിടെയാണെങ്കിലും ബാലൻസ് ഓക്സിജൻ ബൈ H2O. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇവിടെ ഞാൻ എന്ത് ചെയ്യുക, നിങ്ങൾ കൺവെൻഷനലായ ടെക്നിക്ക് പഠിക്കണം, ഞാൻ വേറൊരു ടെക്നിക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇതാണ് ആസിഡിക് മീഡിയം മാത്രം ഫോക്കസ് ചെയ്യുക, ബാലൻസ് ഓക്സിജൻ ബൈ H2O, അതേമാതിരി ബാലൻസ് ഹൈഡ്രജൻ ബൈ ആസിഡിക് മീഡിയം ആയതുകൊണ്ട് H+. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യുക ബാലൻസ് ബൈ OH മൈനസ് മാത്രം എഴുതി കേട്ടോ. ബാക്കി ഡീറ്റെയിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നമ്മളിങ്ങനെ ബാലൻസ് ചെയ്തു, അപ്പോൾ എല്ലാ ആറ്റംസും ബാലൻസ് ചെയ്തു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ചാർജ് ബാലൻസ് ചെയ്യണം. ഓക്കെ, ബാലൻസ് ചാർജ് ബൈ ആഡിങ് റിക്വയർഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്സിഡേഷൻ ഹാഫ് സെല്ലിലും റിഡക്ഷൻ ഹാഫ് സെല്ലിലും നിങ്ങൾ ആവശ്യത്തിനുള്ള ഇലക്ട്രോൺസിനെ നിങ്ങൾ ആഡ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ഇലക്ട്രോൺസിൻ്റെ എണ്ണയും നമ്പറും നിങ്ങൾ ഈക്വൽ ആക്കണം. മേക്ക് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ഇൻ ബോത്ത് oxidation half cell and reduction half cell അല്ലെങ്കിൽ half reaction. Okay, half reaction and add them to get final balanced redox reaction. ഓക്കെ, നമ്മളിത് സ്വന്തം സെൻറ്റൻസിലാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങനെ ബാലൻസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ചാർജ് ബാലൻസ് ചെയ്യാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആവശ്യത്തിനുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ റിഡക്ഷൻ ഹാഫ് റിയാക്ഷനിലാണെങ്കിലും അതേമാതിരി ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനിലാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ നമ്പർ ഓഫ് ഈ ഇലക്ട്രോൺസിൻ്റെ എണ്ണം നമ്മൾ എന്ത് ചെയ്യുക, ഓക്സിഡേഷൻ ഹാഫ് സെല്ലിലും റിഡക്ഷൻ ഹാഫ് സെല്ലിലും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഹാഫ് റിയാക്ഷനിലും നമ്മൾ ആഡ് ചെയ്തെടുക്കും. എന്നിട്ട് രണ്ടും കൂടി ഈക്വൽ ആക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓവറോൾ ആയ ബാലൻസ്ഡ് ആയ റിഡോക്സ് റിയാക്ഷൻ കിട്ടും. ഇനി ഇത് എന്താ ചെയ്യുക, നമുക്ക് കിട്ടിയ ബാലൻസ്ഡ് റിഡോക്സ് റിയാക്ഷൻ കറക്റ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും മക്കളെ, നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ് LHSലും റിയാക്ടൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്ത് നോക്കുക. അതേമാതിരി ചാർജ് നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അസിഡിക് മീഡിയത്തിലുള്ള ഒരു എക്സാമ്പിളും ബേസിക് മീഡിയത്തിലുള്ള ഒരു എക്സാമ്പിളും നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, റെഡിയല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. നമുക്ക് ഇവിടെ നോക്കാം, നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട് അല്ലേ. ഈ കെമിക്കൽ റിയാക്ഷൻ നമ്മൾ ബാലൻസ് ചെയ്യണം. ഓക്കെ, ബാലൻസ് റിഡോക്സ് റിയാക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ബാലൻസ് റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യുക, എക്സാമിന് ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ ഒരു
കെമിക്കൽ റിയാക്ഷൻ തന്നാൽ നമ്മൾ ബാലൻസ് ചെയ്യണം. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിലെ ഓരോ എലമെൻസിനെയും ഐഡൻറ്റിഫൈ ചെയ്യണം. ഓരോരുത്തരുടെയും ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിവിടെ അയോണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? +2 ആണ്. സിമ്പിൾ അയോൺ ആണ്, അതുകൊണ്ട് +2 ആണ്. ഇവിടെ അയോണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? +3 ആണ്. അയാളും സിമ്പിൾ അയോൺ ആണ് അല്ലേ? ക്രോമിയത്തിൻ്റെ കേസിലാണെങ്കിൽ +3, അതും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയോ? അറിയില്ല. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാം. Cr2O7 -. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? ഇതൊരു പോളി അറ്റോമിക് അയോൺ ആണ്, അതുകൊണ്ട് എന്താ ആൽജബ്രിക് സിം വിൽ ബി ഈക്വൽ ടു -2 അല്ലേ? ക്രോമിയം എത്ര ക്രോമിയം ഉണ്ട്? 2 ക്രോമിയം ഉണ്ട്. അപ്പോൾ എന്താ 2 × x 2x പ്ലസ് എത്ര ഓക്സിജൻ ഉണ്ട് മക്കളെ? 7 × അല്ലേ? 7 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. 7 × -2 അപ്പോൾ ചെയ്യുമ്പോൾ കിട്ടും 2x - 14 = -2. 2x is equal to 12, x is equal to +6. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടും. അതെന്താ മക്കളെ? അത് +6 ആണ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ +6 ആണെന്ന് മനസ്സിലാകും. +6 ആണെന്ന് മനസ്സിലാകും. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ അങ്ങനെ കിട്ടിയാൽ അങ്ങനെ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓക്സിഡേഷൻ ആരൊക്കെ അല്ലേ? ഏതൊക്കെ എലമെൻ്റാണ് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യണേ, ഏതൊക്കെ എലമെൻ്റാണ് റിഡക്ഷൻ അണ്ടർഗോ ചെയ്യണമെന്ന് ചെക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് കാണാൻ പറ്റും Fe2+, Fe3+ ആകുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെ എന്തുണ്ട് മക്കളെ? ഓക്സിഡേഷൻ ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ? ക്രോമിയം +6 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് ക്രോമിയം +3 പോയപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ എന്തുണ്ട് മക്കളെ? റിഡക്ഷൻ ഉണ്ടെന്ന് അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടും ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ കിട്ടി. അതേമാതിരി നമുക്ക് എന്ത് കിട്ടി? റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ കിട്ടി അല്ലേ മക്കളെ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇവരെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോന്നോരോന്ന് എഴുതണം. ഓക്സിഡേഷനിൽ ആരാളുള്ളത് മക്കളെ? ഓക്സിഡേഷനിൽ നമുക്ക് കാണാൻ പറ്റും Fe2+ എന്തായി മക്കളെ? Fe3+ ആയി. ഓക്കെ, ഇവിടെയാണെങ്കിൽ എന്താ പ്രത്യേകത? Cr2O7 2- എന്തായി മക്കളെ? Cr3+ ആയി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. നമ്മൾ ഓക്സിഡേഷൻ ആർക്കൊക്കെ അണ്ടർഗോ ചെയ്തു, ആർക്കൊക്കെ റിഡക്ഷൻ അണ്ടർഗോ ചെയ്തു എന്ന് മനസ്സിലായി. എന്നിട്ട് നമ്മൾ അവരെ സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ബാലൻസ് ഓൾ ആറ്റംസ് എക്സെപ്റ്റ് ഹൈഡ്രജൻ ഓക്സിജൻ. ഇവിടെ ഹൈഡ്രജൻ ഓക്സിജൻ ഇല്ല, ഒരു 1 അയൺ ബാലൻസ്ഡ് ആണ്. ഇവിടെ എന്താ പ്രത്യേകത? ഓക്സിജൻ നമ്മൾ ബാലൻസ് ചെയ്യേണ്ട. അതിന് മുമ്പ് നമ്മൾ എന്ത് നോക്കാം? ക്രോമിയം നോക്കാം. ഇവിടെ 2 ക്രോമിയം ഉണ്ട്, എന്നാൽ ഇവിടെ ഒരു ക്രോമിയം ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യും. 2 ക്രോമിയം ആക്കി. റെഡി അല്ലേ? ഓക്കെ, 2 ക്രോമിയം ആക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹൈഡ്രജനെയും ഓക്സിജനെയും ബാലൻസ് ചെയ്യണം അല്ലേ? ഹൈഡ്രജനെയും ഓക്സിജനെയും ബാലൻസ് ചെയ്യണം. അപ്പോൾ ഈ സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഓക്സിജൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ സൈഡ് അതേമാതിരി വെക്കാം. എന്നാൽ നമ്മൾ റിഡക്ഷൻ ഹാഫ് റിയാക്ഷനിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ ഓക്സിജൻ ഉണ്ട്. അപ്പോൾ മക്കളെ ആദ്യം ബാലൻസ് ചെയ്യേണ്ടി ആരാണ്? ഓക്സിജനെ. ഫസ്റ്റ് നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ടത് ഓക്സിജനെ, എന്നിട്ട് മാത്രമേ നിങ്ങൾ ആരെയും പരിഗണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഓക്സിജനെ നിങ്ങൾ ബാലൻസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും Cr2O7 2- gives എന്താണ്? 2Cr3+ എന്ന് കാണാം അല്ലേ മക്കളെ? അങ്ങനെ കാണില്ലേ? ഓക്കെ, അങ്ങനെ കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ആദ്യം ഓക്സിജനെ ബാലൻസ് ചെയ്യണം. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട് മക്കളെ? ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 7 ഓക്സിജൻ ഉണ്ട്. 7 ഓക്സിജൻ ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ 7 വാട്ടർ മോളിക്യൂൾസിന് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, 7 വാട്ടർ മോളിക്യൂൾസിന് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെ 7 വാട്ടർ മോളിക്യൂൾസിന് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എന്താണ്? ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട് മക്കളെ? അവിടെ 14 ഹൈഡ്രജൻ ഉണ്ട്. 14 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 14 ഹൈഡ്രജൻ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് അസിഡിക് മീഡിയമാണോ ഇത് ബേസിക് മീഡിയമാണോ നമുക്കറിയോ? തീർച്ചയായും നമുക്ക് അറിയണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ H+ എന്ന് കൊടുത്താൽ, ഓക്കെ, റിയാക്റ്റൻ്റെ സൈഡിൽ H+ എന്ന് കൊടുത്താൽ അത് തീർച്ചയായിട്ടും അതെന്താ മക്കളെ? അത് അസിഡിക് മീഡിയമാണ് എന്ന് ഒരു കുട്ടിക്ക് മനസ്സിലാകണം. ഓക്കെ, അങ്ങനെ അസിഡിക് മീഡിയം ആണെന്ന് മനസ്സിലായാൽ ആ കുട്ടി എന്ത് ചെയ്യണം? അവിടെ H+ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ എത്രയാണ്? ഇവിടെ 14H2 എന്ന് കാണുമ്പോൾ അല്ലേ 14 ഹൈഡ്രജൻ ആറ്റംസ് ആണുള്ളത്. അപ്പോൾ അവിടെ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? 14H+ എന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. 14H+ എന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ക്രോമിയം ബാലൻസ് ചെയ്തു, ഓക്സിജൻ ബാലൻസ് ചെയ്തു, ഹൈഡ്രജൻ ബാലൻസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ബാലൻസ് ചെയ്യണം മക്കളെ? ചാർജ് ബാലൻസ് ചെയ്യണം ബൈ ആഡിങ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താ പ്രത്യേകത? Fe2+ Fe3+ ആകാൻ വേണ്ടി ഒരു ഇലക്ട്രോണെ ലൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ 2 പോസിറ്റീവ് ചാർജ്, ഇവിടെ 3 പോസിറ്റീവും 1 നെഗറ്റീവും. അപ്പോൾ എന്ത് ഓവറോൾ എന്താ? 2 പോസിറ്റീവ് കിട്ടി. അപ്പോൾ ഇവിടെ എന്താ? ഇവിടെ ചാർജ് ബാലൻസ് ആയി ബൈ ആഡിങ് ഇലക്ട്രോൺ. ഓക്കെ, എന്നാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താ പ്രത്യേകത? ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്താണ്? ഇവിടെ എത്രയാണ്? 2 മൈനസ് ചാർജ്. അല്ല, ഇവിടെ എത്രയാണ്? 14 പോസിറ്റീവ് ചാർജ്. അപ്പോൾ എത്രയാണ് മൊത്തം? 12 പോസിറ്റീവ് ചാർജാണ് ഇവിടെ ഉള്ളത്. ഇനി ഇവിടെ ആണെങ്കിലോ
ഇവിടെയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 3+ ആണ്, 2 3+ ഉണ്ട്, അപ്പോൾ എന്താ 6+ ഉണ്ട് അല്ലേ. അപ്പോൾ എന്താ പ്രത്യേകത, നമ്മൾ എന്ത് ചെയ്യുക, ഇലക്ട്രോൺ ആഡ് ചെയ്ത് കൊടുക്കണം. എവിടെയാണ് മക്കളെ ഇലക്ട്രോൺ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്? ഇവിടെ ഈ അധികമുള്ള ഭാഗത്ത് അല്ലേ, പോസിറ്റീവ് ചാർജ് അധികമുള്ള ഭാഗത്ത് നമ്മൾ ഇലക്ട്രോൺ ആഡ് ചെയ്ത് കൊടുക്കണം. എത്ര ഇലക്ട്രോൺ ആഡ് ചെയ്ത് കൊടുക്കണം മക്കളെ? എത്ര ഇലക്ട്രോൺ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം? 6 ആണ് കുറവ് അല്ല, 6 അല്ല മക്കളെ കുറവ്. അപ്പോൾ 6 കുറവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 6 ഇലക്ട്രോൺസിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഞാനിവിടെ 6 ഇലക്ട്രോണും കൂടി ആഡ് ചെയ്ത് കൊടുക്കും അല്ല മക്കളെ. അവിടെ 6 ഇലക്ട്രോൺസ് കൂടി നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് വൃത്തി എഴുതുമ്പോൾ അല്ലേ, ഈ സംഭവങ്ങൾ ഒന്ന് വൃത്തി എഴുതുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇത് റെഡിയാണ്, ഈ ഇക്വേഷൻ റെഡിയാണ്. ഇത് നമ്മളൊന്ന് വൃത്തി എഴുതുമ്പോൾ നമുക്ക് കാണാൻ പറ്റും Cr2O7 2- plus 14H plus 6 ഇലക്ട്രോൺ ഗിവ് എന്താണ് 2Cr3 plus 7H2O എന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ 6 ഇലക്ട്രോൺസ് ഉണ്ട്, എന്നാൽ ഇവിടെ എന്തേ ഉള്ളൂ, ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മേക്ക് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ഇൻ ബോത്ത് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ആൻഡ് റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ. നമ്മൾ ഈക്വൽ ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ തന്ന റിയാക്ഷനെ ഇൻറ്റു 6 ചെയ്യും, മൾട്ടിപ്ലൈ ബൈ 6 ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 6Fe2+ gives 6Fe3+ plus 6 ഇലക്ട്രോൺ ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം, ഇതെന്ത് ചെയ്യാം, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആൾക്കാരെയും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഫൈനൽ ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ഫൈനൽ ഇക്വേഷൻ എന്താവും എന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് മെയിൻ ഇക്വേഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഒഴിവാക്കി എന്ത് ചെയ്യാം, നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടും നോക്കാം. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്, 6Fe2+ ഉണ്ട്, പ്ലസ് ഈ സൈഡിൽ ആരൊക്കെ ഉണ്ട്, Cr2O7 2- ഉണ്ട്. ഇവിടെ പിന്നെ ആരുണ്ട്, 14H+ ഉണ്ട്. ഓക്കെ, ഈ 6 ഇലക്ട്രോൺ എന്തെങ്കിലും ക്യാൻസൽ ചെയ്ത് പോകും. ഇത് RHSലൊരു 6 ഇലക്ട്രോൺ ഉണ്ട്, LHSലൊരു 6 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 6Fe2+ ചെയ്തു, Cr2O7 2- ചെയ്തു, 14H+ ചെയ്തു അല്ലേ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈക്വലിന് ആവശ്യമില്ല. ഇനി നമ്മൾ ബാലൻസ് ചെയ്തിട്ട് ഇവിടെ ആരുണ്ട്, 6Fe3+ ഉണ്ട്, പ്ലസ് പിന്നെ ആരാളുള്ളത്, 2Cr3+ ഉണ്ട്, പ്ലസ് എന്തുണ്ട്, 7H2 ഉണ്ട്, 7H2 ഉണ്ട്. ഓക്കെ, വേണമെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യാം. 6 അയൺ 2 ക്രോമിയം അല്ലേ, 7 ഓക്സിജൻ 14H+, 14H+. വേണമെങ്കിൽ ചാർജ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ എന്താണ്, 12 പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ എന്താണ് 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ എത്രയാണ്, 14 പോസിറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ. അപ്പോൾ എത്ര കിട്ടും, 24 പോസിറ്റീവ് ചാർജ് ഓവറോൾ കിട്ടും, 24 പോസിറ്റീവ് ചാർജ്. ഇനി ഇവിടെ നോക്കാം, ഇവിടെ എന്താ പ്രത്യേകത, 3+ 6 ഉണ്ട്, അപ്പോൾ 18 പോസിറ്റീവ് ചാർജ് കിട്ടും. ഇവിടെ എത്രയാണ്, 6 പോസിറ്റീവ് ചാർജ് കിട്ടും, മൊത്തം എത്ര കിട്ടും, 24 പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ എന്താണ്, നമ്പർ ഓഫ് ആറ്റംസും ബാലൻസ് ചെയ്തു, ചാർജും നമ്മൾ ബാലൻസ് ചെയ്തു. അപ്പോൾ ഈ റിയാക്ഷൻ എന്തായി മക്കളെ, ഒരു ബാലൻസ്ഡ് ആയ കെമിക്കൽ അല്ലേ, ഒരു ബാലൻസ്ഡ് ആയ കെമിക്കൽ റിഡോക്സ് റിയാക്ഷനായി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് മക്കളെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ റെഡി ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ബേസിക് മീഡിയത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി അല്ലേ? അതും കൂടി ചെയ്തിട്ട് നമുക്ക് ഈ എന്ത് ചെയ്യാം, നമുക്ക് റിഡോക്സ് റിയാക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം ആണ് നോക്കുന്നത്, ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷനിൽ രണ്ടാമത്തെ ഒരു കെമിക്കൽ റിയാക്ഷനാണ് നമ്മൾ നോക്കണേ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും, ഇതിൽ പ്രത്യേകത വെച്ചാൽ ഇവിടെ എന്താ, ഇവിടെ OH- എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ പ്രത്യേകത മക്കളെ, ഇതൊരു ബേസിക് മീഡിയം ആണെന്ന് ഒരു കുട്ടിക്ക് കണ്ടാൽ മനസ്സിലാക്കണം. ബേസിക് മീഡിയം ആണെന്ന് ഒരു കുട്ടിക്ക് കണ്ടാൽ മനസ്സിലാക്കണം. ഓക്കെ, ഈ ബേസിക് മീഡിയം എന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കൊടുത്തത്, OH- എന്ന് കൊടുത്തത്. റെഡി അല്ലേ? ഇനി ഇവിടെ നോക്കാം ഓരോ കേസുകൾ. ഓക്കെ, ഫോസ്ഫറസ് നെഗറ്റീവ് സ്റ്റേറ്റിലാണ്, അതുകൊണ്ട് 0 ആയിരിക്കും അല്ലേ. ഇവിടെ ഫോസ്ഫറസ് എന്താ, ഫോസ്ഫൈൻ PH3 ആണ് അല്ലേ. PH3 എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ്റെ +1 +3, ഫോസ്ഫറസ് -3 ആയിരിക്കും ഇല്ലേ. പിന്നെ HPO2-. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സെപ്പറേറ്റ് ചെയ്താൽ HPO2- എന്ന് എഴുതാം. ഒരു പോളി അറ്റോമിക് അയോൺ ആണ്, അതുകൊണ്ട് -1 ആയിരിക്കും. ഹൈഡ്രജന് +1 ആണ്, ഫോസ്ഫറസ് നമുക്കറിയില്ല, X അത് കൊടുക്കും അല്ലേ. ഓക്സിജൻ എന്താ, 2 × -2 ആണ് അല്ലേ, 2 × -2. അപ്പോൾ നമുക്ക് കിട്ടും 1 + x - 4 = -1, x - 3 = -1, x = 3 - 1, that will be equal to +2. ഓക്കെ, +2 കിട്ടും. അപ്പോൾ ഇവിടെ ഫോസ്ഫറസിൻ്റെ എന്തെങ്കിലും മക്കളെ +2 ആയിരിക്കും, +2 ആയിരിക്കും. റെഡിയാണോ മക്കളെ? ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, വളരെ സിമ്പിളാണ്. ഇതൊരു പോളി അറ്റോമിക് അയോൺ ആണ്, അതുകൊണ്ട് അവരുടെ അൽജബ്രിക് സിം വിൽ ബി ഈക്വൽ ടു -1. ഹൈഡ്രജൻ്റെ 1, ഓക്സിജന് -2. ഫോസ്ഫറസ് നമ്മൾ അറിയില്ല, അത് കണ്ടെത്തി, അത് +2 ആണെന്ന് നമ്മൾ കണ്ടെത്തി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ നമുക്ക് കിട്ടിയാൽ
ഇനി നമ്മൾ നോക്കേണ്ടത് ഇവരെ സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫോസ്ഫറസ് എന്താണ് P4 0ൽ നിന്ന് -3 പോയി. അപ്പോൾ അതെന്താ മക്കളെ, അത് റിഡക്ഷനാണ്. ദാറ്റ് ഈസ് റിഡക്ഷൻ അല്ലേ. അതേമാതിരി എന്ത് സംഭവിച്ചു, 0ൽ നിന്ന് +2 പോയി. അതെന്താ മക്കളെ, അത് ഓക്സിഡേഷനാണ്. അത് ഓക്സിഡേഷനാണ് അല്ലേ. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തും. ഒന്നാമത്തെ എന്താണ് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ചെയ്തും, രണ്ടാമത് നമ്മൾ ചെയ്തും അതെന്താണ് മക്കളെ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ ചെയ്തു. റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ ഓക്കെ. ഇത് കുറച്ച് ലെങ്തി ആയ ചോദ്യമാണ്. 3 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ വന്നത്. 3 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ വന്നത്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനിൽ ആർക്കാണ് ഓക്സിഡേഷൻ നടത്തുന്നത് മക്കളെ, ഇവിടെ നോക്കാം. P4 ഗിവ്സ് എന്താണ്, P4 ഗിവ്സ് HPO2 മൈനസ്. ഈ മൈനസ് ഒന്നും മക്കളെ മറന്നു പോകരുത്. ഇനി അതേമാതിരി റിഡക്ഷൻ ആണെങ്കിൽ എന്താ, P4 എന്ത് തന്നു മക്കളെ, P4 എന്ത് തന്നു, PH3 എന്ന് തന്നു. റെഡി അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ബാക്കിയുള്ള ആറ്റത്തിനെ ബാലൻസ് ചെയ്യണം, അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പോൾ ഇവിടെ ഫോസ്ഫറസ് 4 ഉണ്ട്, ഇവിടെ ഫോസ്ഫറസ് 1 ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ 4 ഫോസ്ഫറസ് കൊടുക്കും. അതേമാതിരി ഇവിടെ എന്ത് ചെയ്യാം, ഫോസ്ഫറസ് 4 ഉണ്ട്, ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഫോസ്ഫറസ് ഉള്ളൂ. അവിടെ നമ്മൾ ബാലൻസ് ചെയ്തു. റെഡി അല്ലേ. ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഓക്സിജനെ ബാലൻസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ എന്തായിരുന്നു ടെക്നിക്ക് മക്കളെ, ഞാൻ പറഞ്ഞിരുന്നു. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിന് കറസ്പോണ്ടിങ് ആയ വാട്ടർ മോളിക്യൂൾസ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇവിടെ എന്താണ് 4 × 2 8 ഓക്സിജൻ അല്ലേ. ഇവിടെ 8 ഓക്സിജൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, 8 H2O മോളിക്യൂൾസ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇവിടെ ഓക്സിജൻ ഉണ്ടോ, ഇവിടെ ഓക്സിജൻ ഇല്ല, അപ്പോൾ അതിന് ആവശ്യമില്ല. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, മക്കളെ, നിങ്ങൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുക നോക്കുക. ഓക്കെ, സാധാരണഗതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സാധാരണഗതിയിൽ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് ലെങ്തി ആയ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ എന്താ പ്രത്യേകത, ഇവിടെ എത്ര ഹൈഡ്രജനാണ് മക്കളെ, ഇവിടെ 16 ഹൈഡ്രജൻ ഉണ്ട്. എന്നാൽ ഇവിടെ എന്താ പ്രത്യേകത, ഇവിടെ 4 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം സാധാരണ അസിഡിക് മീഡിയത്തിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ എന്ത് ആഡ് ചെയ്തെടുക്കും, ഒരു 12H+ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്ത് ആഡ് ചെയ്തെടുത്തത് മക്കളെ, ഒരു 12H+ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ബേസിക് മീഡിയത്തിൽ ഞാൻ ചെയ്യുന്ന രീതി മക്കൾ നോക്കുക. ഇവിടെ നോക്കുക, ഞാനിത് എന്ത് ചെയ്യുക, ബേസിക് മീഡിയം അല്ല എന്ന് കൺസിഡർ ചെയ്യും. എന്ത് ചെയ്യും, P4 + 8H2O ഗിവ്സ് എന്താണ് 4HPO2 മൈനസ്. ഇത് ഞാൻ പറയും, ഇത് ബേസിക് മീഡിയം അല്ല, ഇത് അസിഡിക് മീഡിയം എന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു 12H+ ഞാൻ ഇവിടെ ആഡ് ചെയ്തെടുക്കും. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ആഡ് ചെയ്തെടുക്കും മക്കളെ, 12H+ ആഡ് ചെയ്തെടുക്കും. 12H+ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അങ്ങനെ 12H+ ആഡ് ചെയ്ത് കൊടുത്താൽ ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ആഡ് ചെയ്തെടുക്കും, ഇവിടെ ഞാൻ 12OH- ഇവിടെയും ആഡ് ചെയ്തെടുക്കും, ഇവിടെയും 12OH- ആഡ് ചെയ്തെടുക്കും. ഓക്കെ, 12H+ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 12H+ അവിടെ എഴുതി കഴിഞ്ഞാൽ അതേമാതിരി എന്ത് ചെയ്യും, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി 12OH- ഞാൻ ആഡ് ചെയ്തെടുക്കും, ഇവിടെയും 12OH- നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. മനസ്സിലായോ? ഓക്കെ, ആ H+ന് കറസ്പോണ്ടിങ് ആയ അത്രയും വാട്ടർ മോളിക്യൂൾസ് അത്രയും 12OH- ഇവിടെ ആഡ് ചെയ്തെടുക്കും, അതേ 12OH- ഇവിടെയും ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, മെത്തേഡ് റെഡിയാണോ മക്കളെ? അതായത് നിങ്ങൾ കൺസിഡർ ചെയ്ത് അസിഡിക് ആണ് വിചാരിച്ച് നിങ്ങൾ 12H+ ആഡ് ചെയ്തെടുക്കുക. ഓക്കെ, പക്ഷേ നമുക്ക് എന്താ, അത് അസിഡിക് ആണോ? അല്ല, അത് ബേസിക് ആണ്. അപ്പോൾ നമ്മളവിടെ എന്താ 12OH- ആഡ് ചെയ്തെടുത്ത് അവിടെ ന്യൂട്രൽ ആക്കുക. ഓക്കെ, അവിടെ എത്ര OH- ആണോ ആഡ് ചെയ്തത് അത്ര OH- ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇതാണ് നമ്മൾ നോക്കുക. റെഡിയാണോ മക്കളെ? ഓക്കെ, റെഡിയാണോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പറയാൻ പറ്റും. ഇവിടെ എങ്ങനെ കിട്ടും മക്കളെ, P4 + 8H2O + 12OH- ഗിവ്സ് എന്താ മക്കളെ, നമുക്ക് പറയാൻ പറ്റും 4HPO2 + 12H2O 12H2O അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്താ ഒരു പ്രത്യേകത എന്താണ്, നമുക്ക് എന്താ പ്രത്യേകത, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ H2O നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ കിട്ടും, P4 അല്ലേ + 12OH- ഗിവ്സ് എന്താണ് 4HPO2- പ്ലസ് എന്ത് കിട്ടും, ഇവിടെ 4H2O കിട്ടും അല്ലേ. കാരണം എന്താ, ഇവിടെ 8H2O ഉണ്ടായിന്, അവിടെ 12H2O ഉണ്ടായിന്, ഇവിടെ 4H2O കിട്ടും.
ഓക്കെ, അപ്പോൾ ഈ ഭാഗം നമ്മൾ ഓൾമോസ്റ്റ് ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, 4 ഫോസ്ഫറസ് 4 ഫോസ്ഫറസ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 12 ഓക്സിജൻ, ഇവിടെ എന്താണ്, ഇവിടെ 8ഉം 4ഉം 12 ഓക്സിജൻ. ഓക്കെ, 12 ഹൈഡ്രജൻ, 4 ഹൈഡ്രജൻ, 8 ഹൈഡ്രജൻ, 12 ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ അതൊക്കെ ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഇനി ചാർജാണ് നോക്കേണ്ടത്. അതിന് മുമ്പ് നമുക്ക് ഈ ഭാഗം ഒന്ന് നോക്കണ്ടേ മക്കളെ, ഈ ഭാഗം നോക്കണം അല്ലേ. അപ്പോൾ റിഡക്ഷൻ്റെ കേസാണ് നമുക്ക് ഇവിടെ നോക്കേണ്ടത്. ഓക്കെ, റിഡക്ഷൻ്റെ കേസിൽ എന്താ പ്രത്യേകത, അപ്പോൾ P4 അല്ലേ, അപ്പോൾ ഓക്സിജൻ ഇല്ല, ഭാഗ്യവാന്മാരാണ് നമ്മൾ, 4pH3. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ അസിഡിക് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട് മക്കളെ, ഇവിടെ 12 ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, 12 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ 12 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ നമ്മളിവിടെ എന്ത് ആഡ് ചെയ്യും, 12H+ ആണ് ആഡ് ചെയ്യുക. ഓക്കെ, എന്താ ആഡ് ചെയ്യുക മക്കളെ, 12H+ ആണ് ആഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ 12H+ ആഡ് ചെയ്യാൻ പാടുണ്ടോ, ഇല്ല. ഓക്കെ, അത് ന്യൂട്രൽ ആക്കാൻ വേണ്ടി നമ്മൾ 12OH- ആഡ് ചെയ്തെടുക്കും. ആ 12OH- തന്നെ ഇവിടെയും നമ്മൾ ആഡ് ചെയ്തെടുക്കണം. 12OH- ഇവിടെയും ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും P4 പ്ലസ് 12H+ഉം 12OH- 12H2O ഗിവ്സ് എന്താണ് 4pH3 പ്ലസ് 12OH-. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ ഇത് ഓക്സിഡേഷൻ അല്ലേ, ഇത് ഇത് റിഡക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ചാർജ് നോക്കണം. ഇവിടെ എത്ര നെഗറ്റീവാണ്, ഇവിടെ 12 നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇവിടെ എത്ര നെഗറ്റീവ് ചാർജാണ് മക്കളെ, 4 നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ എവിടെയാണ് കുറവുള്ളത് മക്കളെ, ഇത് ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ എന്താ, ഇലക്ട്രോൺ ലൂസ് ചെയ്യും. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ എന്ത് ആഡ് ചെയ്തെടുക്കണം, P4 പ്ലസ് 12OH- ഗിവ്സ് 4HPO2- പ്ലസ് 4H2O പ്ലസ് എന്താണ് 8 ഇലക്ട്രോൺ നമ്മൾ ആഡ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി അല്ലേ. ഇതേമാതിരി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താ പ്രത്യേകത, ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ എന്താ പ്രത്യേകത, ഇവിടെ നമുക്ക് പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടോ, ഇവിടെ നമുക്ക് പ്രത്യേകതകളുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ എന്താണ് 4 പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതേമാതിരി എന്താണ് 12 നെഗറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ. ഓക്കെ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, 4 ഇത് പോസിറ്റീവ് ചാർജ് അല്ല മക്കളെ, നമ്മൾ ചെയ്തോർത്ത് തെറ്റിയതാണ്. ഓക്കെ, ഇവിടെ ഈ പ്ലസ് ഇങ്ങനെയാണ് വരിക അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത, ഇവിടെ 12 നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, 12 നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്തെടുക്കണം. എവിടെ ആഡ് ചെയ്തെടുക്കും, P4 പ്ലസ് 12H2O പ്ലസ് 12 ഇലക്ട്രോൺ ഗിവ്സ് എന്താണ് 4pH3 പ്ലസ് 12OH- എന്ന് ആഡ് ചെയ്തെടുക്കണം. ഓക്കെ, ഇത് കുറച്ച് കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇങ്ങനത്തെ ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും സാധാരണ വരാറില്ല. ഓക്കെ, എന്താ അറിയില്ല, ഈ പ്രാവശ്യം ഇതിന് മുമ്പ് 2018 ബോർഡ് എക്സാമിന് ചോദിച്ചതാണ്. 3 മാർക്കും ഇതിന് ഉണ്ട് കേട്ടോ. 19 തോന്നുന്നു 3 മാർക്കും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടിയപ്പോൾ എന്താ പ്രത്യേകത, അപ്പോൾ നമുക്ക് ഇവിടെയും ഇക്വേഷൻ റെഡിയായി. അപ്പോൾ ഇതും ബാലൻസ് ആയി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഇവിടെ 8 ആണ്, ഇവിടെ 12 ആണ്. അത് ഈക്വൽ ആക്കണമെങ്കിൽ ഇതിന് എന്ത് ചെയ്യണം മക്കളെ, ഇൻറ്റു 3 ചെയ്താൽ 24 ഇലക്ട്രോൺ ആകണം. ഇതിനെ ഇൻറ്റു 2 ചെയ്താൽ അതും 24 ഇലക്ട്രോൺ ആകും. ഓക്കെ, അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, നമ്മൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ എന്ന ടോപ്പിക്ക് നമ്മൾ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. ഇൻറ്റു 3 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 3P4 പ്ലസ് ഇൻറ്റു 3 ചെയ്യുമ്പോൾ 36OH-. ഓക്കെ, ഇനി എന്താ പ്രത്യേകത, വിൽ ഗീവ് 3 ചെയ്യുമ്പോൾ 12HPO2- പിന്നെ ഇത് കിട്ടും 3 ചെയ്യുമ്പോൾ 12H2O പ്ലസ് എന്ന് കിട്ടും. 12 ചെയ്യുമ്പോൾ 24 ഇലക്ട്രോൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ. ഓക്കെ, ഇനി ഇവിടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 2P4 പ്ലസ് 2 ചെയ്യുമ്പോൾ 24H2O പിന്നെ എന്ത് കിട്ടും, പ്ലസ് 24 ഇലക്ട്രോൺ ഗിവ്സ് എന്താണ് 2 അല്ലേ, 8pH3 പ്ലസ് 24OH- അല്ലേ മക്കളെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവരെ 2 പേരും കൂടി പിടിച്ച് ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത, ഈ 24 ഇലക്ട്രോണും എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ 3P4-ഉം 2P4-ഉം എന്ത് കിട്ടും, 5P4 എന്ന് കിട്ടും. ഓക്കെ,
ഇനി എന്താ OH മൈനസ് ആണ് അല്ലേ OH മൈനസ് നമുക്ക് നോക്കുമ്പോൾ എന്താ പ്രത്യേകത നമുക്കിവിടെ 36 OH മൈനസും എന്നാൽ ഇവിടെ എന്നാ 24 OH മൈനസും അല്ലേ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇവിടെ 12 OH മൈനസ് എന്ന് കിട്ടും റെഡി അല്ലേ മക്കളെ ഇനി പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് കാണാൻ പറ്റും ഇവിടെ 12H2O ആണ് ഇവിടെ എന്താണ് 24H2O ആണ് അപ്പോൾ ഇവിടെ എന്ത് കിട്ടും 12H2O എന്ന് കിട്ടും 12H2O എന്ന് കിട്ടും റെഡി അല്ലേ ഇനി നമുക്ക് ആരുള്ളത് മക്കളെ ഇനി നമുക്ക് കട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ ബാക്കി ആരുണ്ട് 12HPO2 മൈനസ് ഉണ്ട് പ്ലസ് പിന്നെ ഇവിടെ ആരുള്ളത് 8PH3 ഉണ്ട് ഓക്കെ ഇത് വളരെ ലെങ്തി ആയ ക്വസ്റ്റ്യൻ ആണ് ഇവർ നമുക്ക് ഓഫർ ചെയ്തത് എത്രയാണ് മക്കളെ 3 മാർക്കാണ് ഓക്കെ 3 മാർക്ക് എന്ന് പറഞ്ഞാൽ റിഡോക്സ് റിയാക്ഷനിൽ ആകെ 3-4 മാർക്കിനെ ചോദിക്കുള്ളൂ അതിൽ ഫുള്ള് ബാലൻസിങ് ഒരു ചോദിച്ചു ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ നമ്മൾ അറിയണം ഓക്കെ അപ്പോൾ സാധാരണഗതിയിൽ ഒരു 95% എന്താ ചോദിക്കുക അസിഡിക് മീഡിയമാണ് ചോദിക്കുക അസിഡിക് മീഡിയം ഈസ് വെരി സിമ്പിൾ ചില സമയത്ത് ബേസിക് മീഡിയം ചോദിക്കും ബേസിക് മീഡിയം ചോദിച്ചാൽ നിങ്ങൾ അതേമാതിരി H+ ആഡ് ചെയ്തെടുക്കുക ലാസ്റ്റ് H+നെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ അതേ നമ്പർ ഓഫ് OH മൈനസും ആഡ് ചെയ്ത് രണ്ട് സൈഡിലും ആഡ് ചെയ്ത് ബാലൻസ് ചെയ്ത് പോവുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇതാണ് നമുക്ക് ബാലൻസ് ചെയ്ത നമുക്ക് ഇക്വേഷൻ കിട്ടും ഓക്കെ വേണമെങ്കിൽ ലാസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എവിടെയെങ്കിലും തെറ്റുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ റിഡോക്സ് ചാപ്റ്റർ എന്ന ചാപ്റ്റർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് എല്ലാവരും നന്നായി ഇരുന്ന് നല്ല എന്ത് ചെയ്യുക ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഓക്കെ താങ്ക്